ഹലോ, ഗുഡ് ഈവനിംഗ്. വെൽക്കം ടു ദ ഡിബേറ്റ്. 23 ലക്ഷം വിദ്യാർത്ഥികളുടെ മെഡിക്കൽ സ്വപ്നങ്ങളുടെ മേൽ കരിനിഴൽ പരത്തിയ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദേശീയ പരീക്ഷാ കുംഭകോണമാണ് നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച. IPLനെ വേണമെങ്കിൽ ഇന്ത്യൻ പേപ്പർ ലീക്ക് എന്ന് വിശേഷിപ്പിക്കാമെന്നാണ് പ്രതിപക്ഷം രാജ്യസഭയിൽ വിമർശിച്ചത്. പരീക്ഷ റദ്ദാക്കി പുതിയ നീറ്റ് പരീക്ഷ നടത്തണമെന്ന ഹർജിയിന്മേൽ തിങ്കളാഴ്ച സുപ്രീം കോടതി വാദം കേൾക്കാനിരിക്കെ മെഡിക്കൽ കൗൺസിലിംഗും അനിശ്ചിതത്വത്തിലായി. പരീക്ഷ പാസ്സായ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഇരുട്ടത്ത് നിർത്തുന്നത് എന്തിനാണ്? NTA സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂല പ്രകാരം ഇന്ന് ജൂലൈ മാസം 6-ാം തീയതിയാണ് മെഡിക്കൽ കൗൺസിലിംഗ് തുടങ്ങേണ്ടിയിരുന്നത്. എന്നാൽ തീയതി നിശ്ചയിച്ചിട്ടില്ല എന്നാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന വിശദീകരണം. പ്രതിപക്ഷം ഇന്നും നീറ്റ് വിഷയത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് നടത്തിയത്. കാര്യങ്ങൾ കേന്ദ്രം വഷളാക്കുന്നുവെന്നും ലക്ഷക്കണക്കിന് യുവാക്കളുടെ ഭാവി ബയോളജിക്കലല്ലാത്ത പ്രധാനമന്ത്രിയുടെയും ബയോളജിക്കലായ വിദ്യാഭ്യാസ മന്ത്രിയുടെയും കരങ്ങളിൽ സുരക്ഷിതമല്ല എന്നുമാണ് ജയറാം രമേശിന്റെ പ്രതികരണം. മാറ്റിവെച്ച കൗൺസിലിംഗ് എന്ന് നടക്കും? പരീക്ഷ റദ്ദാക്കരുത് എന്ന കേന്ദ്ര നിലപാട് നീതിയുക്തമാണോ? ഒറ്റപ്പെട്ട ചോർച്ച എന്ന NTA വാദം നിലനിൽക്കുമോ? നീറ്റും UGCയും അടക്കം NTA രാജ്യം കണ്ട ഏറ്റവും വലിയ നാഷണൽ ചീറ്റിംഗ്. ചർച്ചയിൽ അതിഥികളായി SFIയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സഞ്ജീവ് PS, BJP പ്രതിനിധി പ്രിന്റു മഹാദേവ്, സൈലം ഡയറക്ടർ ലിജീഷ് കുമാർ, ആഷിഖ് എന്ന വിദ്യാർത്ഥിയുടെ പിതാവ് മുജീബ് മമ്പാട്, നീറ്റ് സ്കോർ 701 നേടിയ അസ്ലാബ് പർവീൻ എന്ന വിദ്യാർത്ഥി. ഇത്രയുമാണ് ആൾക്കാരാണ് നമുക്കൊപ്പം ഇന്ന് അതിഥികളായിട്ടുള്ളത്. ആദ്യം ഞാൻ പ്രിന്റു മഹാദേവിലേക്ക് പോകുന്നു. പ്രിന്റു മഹാദേവ്, സുപ്രീം കോടതിയിൽ NTA നൽകിയ അഫിഡവിറ്റിൽ പറയുന്നത് ജൂലൈ 6-ാം തീയതി തന്നെ മെഡിക്കൽ കൗൺസിലിംഗ് തുടങ്ങാൻ അവർ തയ്യാറാണ് എന്നാണ്. എന്നാൽ ഇത് മെഡിക്കൽ കൗൺസിലിംഗ് നടന്നിട്ടില്ല. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും കേന്ദ്ര സർക്കാർ ഇരുട്ടത്ത് നിർത്തുന്നത് എന്തിനാണ്? കേന്ദ്ര സർക്കാർ നീറ്റ് ചോർച്ചയുമായി ബന്ധപ്പെട്ട് വളരെ കാര്യക്ഷമമായിട്ടുള്ള നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, തിങ്കളാഴ്ച സുപ്രീം കോടതിയുടെ മുന്നിൽ വരുന്ന കേസ്. ആ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പറയുന്ന സുപ്രധാനമായിട്ടുള്ള സുപ്രീം കോടതിയുടെ വിലയിരുത്തലും NTA ബന്ധപ്പെട്ട വിലയിരുത്തലും സുപ്രീം കോടതിയുടെ എന്താണ് സർക്കാരിനോട് പറയാനുള്ളത് അത് കൃത്യമായി കേട്ടതിന് ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് കൗൺസിലിംഗ് എന്നിട്ട് സർക്കാർ മുന്നോട്ട് പോവുക. ഇത് കേവലം ഒരു ഒറ്റ സംഭവം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതിന് ആഗോളതലത്തിലുള്ള ഒരു IPL കുംഭകോണമൊക്കെ ആക്കിക്കൊണ്ട് 24 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളുടെ ആ ഭാവിയെ സുരക്ഷിതമാക്കിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് പോയിട്ടുള്ളത്. യഥാർത്ഥ കുറ്റക്കാരായിട്ടുള്ള മുഴുവൻ ആളുകളെയും ഇന്ന് CBI അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ പൊതുസമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരികയാണ്. 17ഓളം പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. NTAയുടെ തലപ്പത്തിൽ നിന്ന് ഈ സുബോധ് കുമാറിനെ മാറ്റിയതെന്തിനാണ്? അല്ല, ഞാൻ പറയട്ടെ, ഈ ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഒരിക്കലും ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അങ്ങേയറ്റം കാര്യക്ഷമമായി നടത്തേണ്ട ഒരു പരീക്ഷയാണ്. സ്വാഭാവികമായിട്ട് അതിനകത്ത് ഇത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള ക്രമക്കേടുകളോ യാതൊരു തരത്തിലുള്ള ചെറിയ രീതിയിൽ സുപ്രീം കോടതി പറഞ്ഞതിൽ 0.1% ക്രമക്കേട് പോലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അങ്ങനെ ഉണ്ടായ സ്ഥിതിക്ക് അത് അംഗീകരിക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം എന്ന രീതിയിൽ അദ്ദേഹത്തിനെ അവിടെ നിർത്തുക എന്നുള്ളതല്ലോ. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അദ്ദേഹത്തിന് കൈകഴുകാൻ സാധിക്കില്ല. അതുകൊണ്ട് അദ്ദേഹത്തിനെ മാറ്റുന്നു. നമുക്ക് ISROൻ്റെ ചെയർമാനായിട്ടുള്ള ഡോക്ടർ S രാധാകൃഷ്ണനെ അതിൻ്റെ തലപ്പത്തേക്ക് കൊണ്ടുവരുന്നു. 7-അംഗ സമിതി രൂപീകരിക്കുന്നു. മുഴുവൻ കുറ്റക്കാരെയും പൊതുസമൂഹത്തിന് കൊണ്ടുവരാനുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമമായിട്ട് കേന്ദ്ര സർക്കാർ പോകുന്നു. അപ്പോൾ 24 ലക്ഷം വിദ്യാർത്ഥികൾ, അതിൽ നിങ്ങൾ മനസ്സിലാക്കണം, വർഷങ്ങളായിട്ട് ഈ പരീക്ഷയിൽ ക്വാളിഫൈ ചെയ്തിട്ടുള്ള ഒരു പറ്റം വിദ്യാർത്ഥികളുണ്ട്. 67 വിദ്യാർത്ഥികൾക്ക് മുഴുവൻ മാർക്കും ലഭിച്ചൊരു പരീക്ഷയിൽ 2 നഗരങ്ങളിൽ മാത്രമാണ് ചോദ്യപേപ്പർ ചോർച്ചയെന്ന് ഈ അന്വേഷണത്തിൻ്റെ പ്രാഥമിക ഘട്ടത്തിൽ മാത്രം ബോധ്യപ്പെട്ടിരിക്കെ എന്തു വിശ്വാസത്തിലാണ് ഈ പരീക്ഷയിൽ മറ്റൊരിടത്തും ക്രമക്കേട് നടന്നില്ല എന്ന് നമ്മൾ കരുതേണ്ടത്? അല്ല, തീർച്ചയായിട്ടും കേന്ദ്ര ഏജൻസികൾ കൃത്യമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് നമുക്കറിയാലോ, ഈ ചോർച്ചയുമായി ബന്ധപ്പെട്ട ചോർച്ച വന്നു എന്ന് അറിഞ്ഞ സമയം മുതൽ ഈ കേസുമായി ബന്ധപ്പെട്ട് വിവിധ സംസ്ഥാനങ്ങൾ കൃത്യമായിട്ട് അന്വേഷണം നടത്തിയിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ട് ആരൊക്കെയാണോ ഇതിന് പിന്നിൽ ഉണ്ടായിട്ടുള്ള ആ പ്രതികളെയാണ് യഥാർത്ഥത്തിൽ കൊണ്ടുവരേണ്ടത്. അല്ലാതെ ഏതെങ്കിലും ഭാഗത്ത് ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ ഒരു 4-5 ജില്ലകളിൽ നടന്നൊരു സംഭവത്തിൻ്റെ പേരിൽ ഈ രാജ്യത്തിൽ 24 ലക്ഷം വിദ്യാർത്ഥികളെയും ബാധിക്കുന്ന നീറ്റ് പോലുള്ള എക്സാം ഒരു സുപ്രഭാതത്തിൽ റദ്ദാക്കിക്കൊണ്ട് ഈ രാജ്യത്തിലെ വിദ്യാർത്ഥികളുടെ ഭാവിയെ മുഴുവൻ ചോദ്യചിഹ്നമാക്കിക്കൊണ്ട് ഈ രാജ്യത്തെ മുഴുവൻ കലാപത്തിലേക്ക് കൊണ്ടുപോകണമെന്നാണ് അങ്ങ് പറയുന്നത്.
അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രായോഗികമായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. പരീക്ഷയിൽ കേന്ദ്ര സർക്കാരിന് എങ്ങനെയാണ് ഇത്ര വിശ്വാസം ഉണ്ടാവുക? അതാണ് കോൺഗ്രസ് ചോദിക്കുന്നത്. അല്ല, സുപ്രീം കോടതി അങ്ങനെയല്ലല്ലോ സാർ. സുപ്രീം കോടതി പോലും പറഞ്ഞില്ലല്ലോ. സുപ്രീം കോടതിക്ക് മുമ്പിൽ കൃത്യമായി അഫിഡവിറ്റ് സമർപ്പിച്ച സമയത്ത് കോടതി ഇത് റദ്ദാക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പരമോന്നത നീതിപീഠത്തിൽ കൃത്യമായിട്ട് അതിന് വിശ്വാസ്യതയും അതിന്റെ ക്രമക്കേടുകളും വ്യാപകമായി ഇന്ത്യ മഹാരാജ്യത്ത് മുഴുവൻ നടന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് പരമോന്നത നീതി അതാണ് ചോദ്യം. ഇപ്പോൾ സർക്കാർ കൊടുക്കുന്ന NTA കൊടുക്കുന്ന അഫിഡവിറ്റ് വെച്ചുകൊണ്ടാണ് വിധിയിലേക്ക് എത്തുക. സുപ്രീം കോടതി സർക്കാർ പറയുന്നു ഇത് ഒറ്റപ്പെട്ട ചോർച്ചയാണ്, 2 നഗരങ്ങളിൽ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. ഒന്ന് പട്നയിലും മറ്റൊന്ന് ഗോദ്രയിലും. രണ്ടും NDA ഭരിക്കുന്ന സർക്കാരുള്ള സ്ഥലങ്ങളാണ്. അത് നമുക്ക് 2ാം ഘട്ടത്തിൽ വരാം. അപ്പോൾ മറ്റൊരിടത്തും ഈ പരീക്ഷ നടന്നിരിക്കുന്ന മറ്റൊരു കേന്ദ്രത്തിലും ചോർച്ച നടന്നിട്ടില്ല. മൊത്തം പരീക്ഷ നടന്നിരിക്കുന്നത് 571 നഗരങ്ങളിലെ 4750 കേന്ദ്രങ്ങളിലാണ്. എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും ഗോദ്രയിലും പട്നയിലും മാത്രമാണ് ഈ ചോദ്യപേപ്പർ ചോർച്ചയുടെ മാഫിയ സംഘം പ്രവർത്തിച്ചിട്ടുള്ളതെന്ന്? 67 പേർക്കാണ് 720 ഫുൾ മാർക്ക് കിട്ടിയിരിക്കുന്നത്. അല്ല, ഫുൾ മാർക്ക് കിട്ടിയത് സാർ ഗ്രേസ് മാർക്ക് നൽകിയുമായി ബന്ധപ്പെട്ടാണ്. അതിൽ പരമോന്നത നീതിപീഠം ഇടപെട്ടുകൊണ്ട് അതിനകത്ത് തിരുത്തൽ വന്നു കഴിഞ്ഞല്ലോ. അപ്പോൾ ഫുൾ മാർക്കിനെ കുറിച്ച് നമ്മൾ ഇനി അതിനകത്ത് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അതിനകത്ത് ഒരു കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റി വന്നല്ലോ. പക്ഷേ ഇതിനകത്ത് വ്യാപകമായിട്ടുള്ള ക്രമക്കേട് നടന്നിട്ടില്ല എന്നുള്ളത് സത്യമാണ്. അങ്ങനെ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ആസൂത്രിതമായിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതിന് കൃത്യമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ രംഗത്ത് കച്ചവടവൽക്കരിക്കപ്പെട്ട ചോർന്നാൽ ആ പരീക്ഷയുടെ വിശ്വാസ്യത പോയില്ലേ? അല്ല, നിങ്ങൾ അതിനകത്ത് പ്രായോഗികമായിട്ട് നമ്മൾ 24 ലക്ഷം വിദ്യാർത്ഥികളുടെ ഭാവി വർഷങ്ങളായിട്ട് വിദേശ രാജ്യങ്ങളിൽ അങ്ങനെയല്ല സാർ. 24 ലക്ഷം വിദ്യാർത്ഥികളിൽ 10-15 അല്ലെങ്കിൽ 100-ൽ താഴെ ആളുകൾ ചെയ്ത ഒരു ക്രമക്കേടിന്റെ പേരിൽ ബാക്കിയുള്ള 23,99,000 വിദ്യാർത്ഥികളെ മുൻമുലയിൽ നിർത്തിക്കൊണ്ട് അവരുടെ ഭാവിയെ തുലയ്ക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്? അങ്ങനെയല്ല സാർ. നമ്മൾ പ്രായോഗികമായിട്ട് വ്യാപകമായിട്ട് ക്രമക്കേട് നടന്നിട്ടില്ല. അല്ല, ഈ രാജ്യത്തിലെ ആ പ്രതികളിൽ ഏറ്റവും ഒടുവിലൊരു പ്രതിയെ ഇന്നലെയാണ് പിടികൂടിയിരിക്കുന്നത്. ഈ രാജ്യത്തിലെ മുഖ്യ ആസൂത്രകൻ എന്ന് കരുതുന്ന പ്രതിയെ പിടികൂടിയിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് അമൻ സിംഗ് എന്ന് പറയുന്നയാളെ ആണ് പിടികൂടിയിരിക്കുന്നത്. അപ്പോൾ അമൻ സിംഗിനെ പിടികൂടിയത് 48 മണിക്കൂറേ ആയുള്ളൂ. അമൻ സിംഗിനെ പിടികൂടുന്നതിന് മുമ്പ് എങ്ങനെയാണ് സർക്കാരിനും NTA-ക്കും ഈ ചോർച്ച ഇത്രയേ ഉള്ളൂ എന്ന് പറയാൻ സാധിക്കുക? മിനിമം മുഖ്യപ്രതിയെ പിടികൂടി ചോദ്യം ചെയ്യണ്ടേ? അയാളുടെ മൊഴികൾ എടുക്കണ്ടേ? അല്ല, മുഖ്യപ്രതി എന്ന് സംശയിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് സാർ. ഇപ്പം നമുക്കറിയാം, ഈ പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള 4 ആളുകൾ, അദ്ദേഹത്തിൻ്റെ പേരുകൾ തന്നെ നമുക്ക് ഒന്ന് ഹസനുൽ ഹക്ക്, ഇംതിയാസ് ആലം, അതോടൊപ്പം തന്നെ മാധ്യമപ്രവർത്തകനായിട്ടുള്ള മുഹമ്മദ് ജമാലുദ്ദീൻ, ഇങ്ങനെയുള്ള കഴിഞ്ഞ ദിവസം ട്രാക്ടർ മുതൽ വളരെ സെലക്റ്റീവായി തന്നെ പറഞ്ഞത് ഗംഭീരമായി. എന്നാൽ ഞാൻ അങ്ങോട്ട് പേര് പറയാം, അമൻ സിംഗ്. അല്ലല്ല, ഇത് ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാതൃഭൂമി പത്രത്തിൽ കോട്ടക്കൽ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു പരീക്ഷാ പരിശീലന കേന്ദ്രം അവരുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ ആ പരീക്ഷാ ഫലത്തെ എങ്ങനെയാണ് ചിത്രീകരിച്ചതെന്നറിയാമോ? ഇത് പരീക്ഷാ പേപ്പർ ചോർച്ച ഒരു ജിഹാദാണ് എന്നാണ് വിമർശിച്ചിരിക്കുന്നത്. അതും സുദർശൻ TV-യുടെ അധ്യക്ഷനാണ് ഈ പറയുന്ന രീതിയിലുള്ളൊരു വിമർശനം നടത്തിയിരിക്കുന്നത്. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ താങ്കൾ പറഞ്ഞു വരുന്നതും. പ്രിന്റു, അങ്ങനെ അതിന് സാർ വ്യാഖ്യാനിക്കല്ലേ? നിങ്ങൾ എല്ലാ കാര്യത്തിലും ഈ ജാതിയും മതവും സമുദായങ്ങളും, ഞാൻ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ആളുകൾ, ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ഈ പരീക്ഷ നടത്തുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള 2 ആളുകളുടെ പേരാണ് ഞാൻ പറഞ്ഞത്. ഈ പരസ്യം വ്യക്തമാക്കുന്നത് നീറ്റ് UG ആരെന്നാണ്. കേരളത്തിൽ നിന്ന്, ഈ കോട്ടക്കലിൽ നിന്ന് ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിയെ അങ്ങനെ നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പറിന്റെ ഗുണഭോക്താവായിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടോ? പിന്നെ എവിടെ നിന്നാണ് RSSന്റെ സഹയാത്രികനും സുദർശൻ ന്യൂസിന്റെ എഡിറ്ററുമായ സുരേഷ് ചാവങ്കയ്ക്ക് ഇങ്ങനെ ഒരു വിവരം കിട്ടിയത്? പ്രിന്റു,
അല്ല, അങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ പറയുന്നത് കേട്ടിട്ട് അതിനൊക്കെ നമ്മൾ പിറകെ പോകാൻ നിന്ന് കഴിഞ്ഞാൽ സാർ, ഈ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ പല ആളുകൾ പല അഭിപ്രായങ്ങളുണ്ടാകാം. അതൊക്കെ ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ സമുദായത്തിൻ്റെ അഭിപ്രായമായിട്ടൊന്നും അങ്ങ് വ്യാഖ്യാനിക്കല്ലേ. വ്യക്തിപരമായ ആരെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞത് അതിന് വ്യക്തിപരമായ അഭിപ്രായമായിട്ട് കാണുക. ഞാൻ പറഞ്ഞത് ഞാൻ രണ്ട് പേരുകൾ പറയാനുള്ള കാരണം ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട അതിലെ യഥാർത്ഥ ഉദ്യോഗസ്ഥരുടെ പേരായതുകൊണ്ടാണ്. പിന്നെ പത്രപ്രവർത്തകൻ എന്ന രീതിയിലാണ് മുഹമ്മദ് ജമാലുദ്ദീനെ പറഞ്ഞത്. സിക്കന്ദർ യാദവ് ഉണ്ട്. ഈ സിക്കന്ദർ യാദവിൻ്റെ നോക്കുന്ന സമയത്ത് നമുക്ക് അമൻ സിംഗ് ഉണ്ട്. അപ്പൊ നോക്കുന്ന സമയത്ത് അങ്ങനെ പറയുകയാണെങ്കിൽ ഒരു മതേതരമായിട്ടുള്ള ചോർത്തൽ എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു മതം മാത്രമാണ് ഈ പരീക്ഷയിലെ ക്രമക്കേടുകൾ ഒറ്റപ്പെട്ടതാണ് എന്ന വാദം ഉന്നയിക്കുന്നത് BJP അല്ല, പകരം നാഷണൽ ടെസ്റ്റിംഗ് അതോറിറ്റി തന്നെയാണ്, ഏജൻസി തന്നെയാണ്. NTA സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലത്തിലും പറയുന്നത് ഒറ്റപ്പെട്ട 2 നഗരങ്ങളിൽ മാത്രം നടന്ന കുറച്ചു പേർ മാത്രം ഉൾപ്പെട്ടിരിക്കുന്ന ഒരു ക്രമക്കേട്, അതിന് മുഴുവൻ വിദ്യാർത്ഥികളെയും ശിക്ഷിക്കാൻ കഴിയില്ല എന്നാണ് കേന്ദ്ര സർക്കാരും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയും സുപ്രീം കോടതിയിൽ എടുത്തിരിക്കുന്ന നിലപാട്. ആ നിലപാട് ആവർത്തിക്കുകയാണ് ഇവിടെ BJP പ്രതിനിധി. കോൺഗ്രസും പ്രതിപക്ഷവും ആവശ്യപ്പെട്ടിരിക്കുന്നത് നീറ്റ് പരീക്ഷ റദ്ദാക്കി പുതിയ പരീക്ഷ നടത്തണമെന്നാണ്. SFIയുടെ നിലപാട് എന്താണ് ഈ വിഷയത്തിൽ? ഒറ്റപ്പെട്ട ചെറിയ 0.01% ക്രമക്കേട് മാത്രമാണോ നീറ്റിലെ ക്രമക്കേട്? സംഘപരിവാറിൻ്റെ വക്താവ് ഇവിടെ പറയുന്നത് കേട്ടു, ഒറ്റപ്പെട്ട പരീക്ഷ അതിൻ്റെ ഭാഗമായി 25 ലക്ഷം വിദ്യാർത്ഥികളുടെ ഭാവി നമുക്ക് തുലക്കണോ എന്നുള്ളതാണ്. നോക്കൂ, ഒറ്റപ്പെട്ട ഒരു വിഷയമല്ല ഇത്. 67 കുട്ടികൾക്കാണ് 1ാം റാങ്ക് കിട്ടിയത്. ഈ 1ാം റാങ്ക് കിട്ടിയ 67 കുട്ടികൾക്കും ചരിത്രത്തിൽ ഇന്നേ വരെയും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് കൊടുക്കാൻ കഴിയാത്ത മാർക്കാണ് നൽകിയിട്ടുള്ളത്. ഒരിക്കലും ഒരു വിദ്യാർത്ഥിക്ക് കിട്ടാവുന്ന മാക്സിമം മാർക്ക് എന്നുള്ളത് 715 716 ആണ്. ഇവിടെ കിട്ടിയിരിക്കുന്നത് 718 19 ഒക്കെയാണ്. ഒരു ഘട്ടത്തിൽ പോലും ഇങ്ങനെയുള്ള ഒരു മാർക്ക് ഒരു വിദ്യാർത്ഥിക്ക് സ്കോർ ചെയ്യാൻ കഴിയില്ല. ഇതിന് കാരണമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഗ്രേസ് മാർക്ക് കൊടുത്തു എന്നുള്ളതാണ്. വളരെ വിചിത്രമായിട്ടുള്ള ഒരു അനുഭവമാണ്. അപ്പോൾ ഈ വിഷയം എന്ന് പറയുന്ന 67 വിദ്യാർത്ഥികൾ റാങ്കിലേക്ക് വന്നത് ഗ്രേസ് മാർക്കിലൂടെയാണെങ്കിൽ ബാക്കി ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ നോക്കൂ, നീറ്റ് നെറ്റ് പരീക്ഷകളുടെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു മാർക്കിന് ലക്ഷക്കണക്കിന് റാങ്കുകൾ മാറും. 1 2 മാർക്കുകൾ മതി. യഥാർത്ഥത്തിൽ ഒടുവിൽ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റിൽ പറയുന്നത് 25% സിലബസ് റദ്ദാക്കി. അപ്പോൾ വളരെ കുറച്ച് മാത്രം വിദ്യാർത്ഥികൾക്ക് പഠിച്ചാൽ മതിയായിരുന്നു. അവർ പഠിച്ചു. കഴിഞ്ഞ തവണ 20 ലക്ഷമാണെങ്കിൽ ഈ തവണ 23 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. 3 ലക്ഷം അധികം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുമ്പോൾ സ്വാഭാവികമായും പ്രോബബിലിറ്റി കൂടും. കൂടുതൽ ആളുകൾ വിജയിക്കും. കൂടുതൽ ആളുകൾക്ക് 67 പേർക്കല്ലേ ഫുള്ള് കിട്ടിയുള്ളൂ, 3 ലക്ഷം പേർ അധികം എഴുതിയിട്ടും എന്നതാണ് NTAയുടെ വാദം. മാത്രമേ ഉള്ളൂ, ആ വാദം നിലനിൽക്കുന്നില്ലോ, ഒരു ഘട്ടത്തിൽ പോലും നിലനിൽക്കില്ലല്ലോ. യഥാർത്ഥത്തിലെ വിഷയം എന്താണ്? ആ വാദം എന്തുകൊണ്ട് നിലനിൽക്കില്ല എന്ന് ചോദിച്ചാൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് NTA തന്നെ പുറത്തിറക്കിയിരിക്കുന്ന അഫിഡവിറ്റിൽ പറഞ്ഞിരിക്കുന്നത് 13,000 പരാതികൾ ചില ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട്, ഒരു കെമിസ്ട്രിയിൽ ആറ്റവുമായി ബന്ധപ്പെട്ട് നടന്ന ആറ്റത്തെക്കുറിച്ചുള്ള ഒരു ചോദ്യത്തെക്കുറിച്ച് 13,000 പരാതികൾ വന്നതിൻ്റെ പേരിൽ തെറ്റായ ഉത്തരം ശരിയായി രേഖപ്പെടുത്തി ആൻസർ കീ ഇറക്കി NTA. 13,000 പരാതി വന്നു എന്നുള്ള പേരിൽ ഏത് സ്റ്റേക്ക് ഹോൾഡേഴ്സാണ് 13,000 പരാതി നൽകിയിട്ടുള്ളത്? അതിനെക്കുറിച്ച് NTAക്ക് ഒരു വാക്കുമില്ല. പ്രോബബിലിറ്റിയെക്കുറിച്ചൊക്കെ പറയുന്നു. യഥാർത്ഥത്തിലുള്ള വിഷയം ഞങ്ങൾക്ക് ഇതിന്മേലുള്ള വിഷയം എന്ന് വെച്ചാൽ ഞങ്ങൾ SFI മുന്നേ അഭിപ്രായപ്പെട്ടതാണ്, സംഘപരിവാർ സംഘടനകളുടെ നേതാക്കന്മാരെ, അതിൻ്റെ പ്രവർത്തകരെ ഇത്തരത്തിലുള്ള നാഷണൽ ഏജൻസികളുടെ തലപ്പത്തെത്തിച്ച് ഇത് പൂർണ്ണമായും കാവ്യവൽക്കരിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടലാണ് ഇവർ സംഘടിപ്പിക്കുന്നത്. ഇത് കേവലപരമല്ല, ഇത് UGCയിലുണ്ട്. ജഗദേഷ് കുമാർ ആരാണെന്ന് നമുക്കറിയാം. അപ്പോൾ UGCയിൽ തുടങ്ങി NTAയിൽ നിൽക്കുന്ന ഈ NTAയുടെ മുൻ ചെയർമാൻ ആരായിരുന്നു? വ്യാപം അഴിമതിയിൽ ഇദ്ദേഹത്തിൻ്റെ പങ്ക് എന്തായിരുന്നു? നമ്മൾ പരിശോധിക്കണ്ടേ? അങ്ങനെ യഥാർത്ഥത്തിൽ ഇവയെക്കുറിച്ചൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് രാജ്യത്ത് നിന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സാഫ്രനൈസേഷൻ, കാവ്യവൽക്കരണം, അതിൻ്റെ ഭാഗമായിട്ടുള്ള സ്വകാര്യവൽക്കരണം, സാധാരണക്കാരന് പഠിക്കാൻ കഴിയാത്ത വ്യവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറ്റുന്നു. നോക്കൂ, ഇതിലൂടെ ചെന്നെത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അങ്ങ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പരിചയമുള്ള ഒരുപാട് ഡോക്ടർമാരുണ്ടാവും. ഒരു കാലത്ത് പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ഡോക്ടർമാരായിട്ടുള്ള ഒരുപാട് മനുഷ്യരുണ്ടാവും. ഞങ്ങളൊക്കെ നാട്ടിലുണ്ട്, നിങ്ങളുടെ നാട്ടിലും ഉണ്ടാവും. അവർ പഠിച്ചു കഴിഞ്ഞ് അവരുടെ പഠനമൊക്കെ കഴിഞ്ഞ് മെഡിക്കൽ കോളേജുകളിൽ നിന്ന് പഠിച്ചിറങ്ങി ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടി 30-40 രൂപയ്ക്ക് അവരെ ചികിത്സിച്ച് ഈ നാട്ടിലെ ഒരു സാമൂഹ്യ പ്രവർത്തകനായി മാറിയ ഒരുപാട് ഡോക്ടർമാരെ, ജനകീയ ഡോക്ടർമാരെ അറിയുന്ന മണ്ണാണ് നമ്മുടെ നാട്. ഇനിയൊരു വിദ്യാർത്ഥിക്ക് അങ്ങനെ കടന്നു വരാൻ കഴിയുമോ? ഈ കോച്ചിങ് സെൻ്ററുകൾ, ആ കോച്ചിങ് സെൻ്റർ മുഖാന്തരം നടത്തുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ, അതിലൂടെ എത്തുന്ന ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ചകൾ, NTAയുടെ തന്നെ കണക്ക് ഞാൻ അങ്ങോട്ട് വായിക്കാം.
NTA നടത്തുന്ന 25 പബ്ലിക് എക്സാമുകളിൽ ഇതിൽ പ്രധാനമായും 25-ൽ പരം വരുന്ന പെർമനന്റ് സ്റ്റാഫുകൾ ഇല്ലാതെയാണ് NTA പരീക്ഷ നടത്തുന്നത്. അതിനു മുമ്പ് ഞാൻ ഇന്നത്തെ കൗൺസിലിംഗ് നടക്കുമായിരുന്നു എന്ന് ചില വിദ്യാർത്ഥികൾ വിശ്വസിച്ചിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. NTA കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് പ്രകാരം ഇന്ന് കൗൺസിലിംഗ് തുടങ്ങേണ്ടിയിരുന്നതാണ്, പക്ഷേ ഇന്ന് കൗൺസിലിംഗ് തുടങ്ങിയില്ല. സൈലത്തിന്റെ ഡയറക്ടർ ലിജീഷ് കുമാർ കൂടി നമുക്കൊപ്പമുണ്ട്. ലിജീഷ്, ഇന്നിപ്പോൾ ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയിരിക്കുന്ന ഒരു കുറിപ്പിൽ പറയുന്നത് കൗൺസിലിംഗ് ഇന്ന് തുടങ്ങാൻ നിശ്ചയിച്ചിരുന്നില്ല, അത് ചില അഭ്യൂഹം മാത്രമായിരുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ കൗൺസിലിംഗ് ഇന്ന് തുടങ്ങേണ്ടിയിരുന്നതാണോ? കൗൺസിലിംഗ് മാറ്റിവെച്ചു എന്നാണ് രാവിലെ മുതൽ തന്നെ ദേശീയ ഏജൻസികളും പ്രസ് ഏജൻസികളെല്ലാം പറഞ്ഞിരുന്നത്. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ ഒരു വിശദീകരണം എത്തിയിരിക്കുന്നത്. കൗൺസിലിംഗ് ഇന്ന് തുടങ്ങുന്നില്ലെങ്കിൽ കൗൺസിലിംഗ് തിങ്കളാഴ്ചത്തെ സുപ്രീം കോടതി വിധിക്ക് ശേഷം തുടങ്ങാൻ വേണ്ടി മാറ്റിവെച്ചു എന്നാണോ നമ്മൾ കരുതേണ്ടത്? എന്താണ് ഇത് സൃഷ്ടിക്കാൻ പോകുന്ന ഒരു ഗുരുതരമായിട്ടുള്ള അനിശ്ചിതാവസ്ഥ? അരുൺ സാർ, 8-ാം തീയതിയാണ് സുപ്രീം കോടതി നീറ്റുമായി ബന്ധപ്പെട്ട 40ഓളം വരുന്ന കേസുകളുടെ മുഴുവൻ വിധി പറയാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഈ കേസുകൾ ഓരോന്നും കോടതിയുടെ പരിഗണനയ്ക്ക് വരികയും ആ കേസുകൾ ഓരോന്നായി 8-ാം തീയതിയിലേക്ക് മാറ്റിവെക്കുകയും ചെയ്ത ഘട്ടത്തിലെല്ലാം സുപ്രീം കോടതി പറഞ്ഞുകൊണ്ടിരുന്നത് 8-ാം തീയതി ഞങ്ങൾ കേസെടുക്കും, പക്ഷേ കൗൺസിലിംഗ് നടപടികൾ തുടരാം എന്നാണ്. പല കേസുകളും 6-ാം തീയതി ആരംഭിക്കുന്ന കൗൺസിലിംഗ് നടപടികൾ റദ്ദ് ചെയ്യണം എന്നും കോടതി കൃത്യമായൊരു തീരുമാനത്തിലേക്ക് എത്തിയതിന് ശേഷം മാത്രമേ റീനീറ്റ് ഉണ്ടാവുമോ, ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന റാങ്ക് പട്ടിക ക്യാൻസൽ ചെയ്യുമോ, ഇത്തരം കാര്യങ്ങളിലൊരു ക്ലാരിറ്റി എത്തിയതിന് ശേഷം മാത്രമേ കൗൺസിലിംഗ് തുടങ്ങാവൂ എന്ന അഭിപ്രായം കോടതിയുടെ മുമ്പിൽ വന്നപ്പോഴൊക്കെയും അതിനെ മുഖവിലക്കെടുക്കാതെ കൗൺസിലിംഗ് നടപടികൾ തുടരാം എന്ന് പറഞ്ഞ കോടതിയാണ്. അപ്പോൾ സ്വാഭാവികമായും 8-ാം തീയതിക്ക് മുമ്പേ കൗൺസിലിംഗ് ആരംഭിക്കും എന്നത് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ പരാമർശങ്ങളുടെ ഭാഗമായി തന്നെയുണ്ട്. സോ കൗൺസിലിംഗ് നടപടികൾ 6-ാം തീയതി ആരംഭിക്കേണ്ടതാണ്. കൗൺസിലിംഗ് നടപടികൾ മാറ്റിവെക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് കൗൺസിലിംഗ് മാറ്റിവെക്കേണ്ട സാഹചര്യത്തിലേക്ക് ഇക്കഴിഞ്ഞ ദിവസങ്ങൾ NTA-യും നാഷണൽ മെഡിക്കൽ കൗൺസിലിനെയും ഒക്കെ എത്തിക്കുന്നു എന്നതാണ്. കാരണം ആദ്യഘട്ടത്തിൽ നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു എന്ന ആരോപണം വരുന്നു. ഗ്രേസ് മാർക്കുമായും ബോണസ് മാർക്കുമായും ബന്ധപ്പെട്ട് ആരോപണം വരുന്നു. നാം അത് കൃത്യമായി സയൻറ്റിഫിക്കായി മനസ്സിലാക്കണം. 3 ആരോപണങ്ങളാണ് NTA-ക്ക് നേരെ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നത്. ഒന്ന്, നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നിട്ടുണ്ട്, രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും കുട്ടികൾക്കത് കിട്ടിയിട്ടുണ്ട് എന്നതാണ്. രണ്ടാമത്തേത് മഹാദേവ BJP പ്രതിനിധി പറഞ്ഞതും NTA സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റിൽ പറയുന്നതും ഇതൊരു ഐസൊലേറ്റഡ് കേസസ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഒറ്റപ്പെട്ട ചോർച്ച 2 നഗരങ്ങളിൽ മാത്രം സംഭവിച്ച, വളരെ കുറച്ചുപേർ മാത്രം ഉൾപ്പെട്ട ഒറ്റപ്പെട്ട ചോർച്ചയാണ്. അത് ഗോദ്രയിലും പട്നയിലും സംഭവിച്ചതാണ്. മറ്റ് 571 നഗരങ്ങളിലും ഇത് സംഭവിച്ചിട്ടില്ല എന്നതാണ്. അങ്ങനെ വിശ്വസിക്കാൻ നമുക്ക് കഴിയുമോ ഇപ്പോൾ, ലിജീഷ്? മാധ്യമങ്ങളുടെയും ടെക്നോളജിയുടെയും ഒക്കെ വികാസം ഇത്രമേൽ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അഥവാ ഇതൊരൊറ്റപ്പെട്ട ചോർച്ചയാണെങ്കിൽ തന്നെയും ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒരിടത്താണ് ചോരുന്നതെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ലഭ്യത ഇന്ത്യയിലെ എല്ലാ നഗരപ്രദേശങ്ങളിലേക്കും ഈവൻ ഗ്രാമപ്രദേശങ്ങളിലേക്കും വരെ എത്താവുന്ന രൂപത്തിലേക്ക് ഇവിടുത്തെ ടെലിഗ്രാം പ്ലാറ്റ്ഫോമുകളും ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോമുകളും ഒക്കെ വളർന്നു കഴിഞ്ഞ ഒരിടത്ത് ഇരുന്നു കൊണ്ടാണ് നാം ഇത് ചർച്ച ചെയ്യുന്നത്. ഒരു നിമിഷം നേരത്തെ പറഞ്ഞല്ലോ ഒറ്റപ്പെട്ട സംഭവമെന്ന് NTA-യുടെ അഫിഡവിറ്റിലെ വാക്കുകൾ ഉദ്ധരിച്ച്. ഒരു ചോദ്യപേപ്പർ ചോർന്നാൽ സ്വാഭാവികമായും അത് ചോർത്തുന്നവൻ എന്തായിരിക്കും ചെയ്യുക? അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കുകയായിരിക്കും ചെയ്യുക. അത് ടെലിഗ്രാമിൽ ഇട്ടാൽ എത്ര നിമിഷങ്ങൾ കൊണ്ട് എത്ര പേരിലേക്ക് അത് പകർത്താൻ സാധിക്കും? പ്രിന്റു മഹാദേവ്, ആ സാങ്കേതിക വിദ്യയുള്ള കാലത്ത് ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞ് ഒഴിയാൻ കഴിയുമോ എന്നതാണ് ചോദ്യം. പ്രിന്റു മഹാദേവ്, നമ്മുടെ ലോജിക്കിനെ ചോദ്യം ചെയ്യല്ലേ പ്രിന്റു? ഇതിനകത്ത് ലോജിക്കൊന്നുമില്ല സാർ. ഇതിനകത്ത് കൃത്യമായിട്ട് അങ്ങനെ സാർ ഇതിനകത്ത് കൃത്യമായിട്ട് ആ പ്രദേശങ്ങളിൽ നടന്ന ഒറ്റപ്പെട്ട സംഭവമാണെന്ന് ഈ കേന്ദ്ര അന്വേഷണ ഏജൻസി കൃത്യമായി കണ്ടെത്തിയിട്ടുണ്ട്. അത് എവിടെയാണോ എത്തിയിട്ടുള്ളത് കൃത്യമായിട്ട് അതുകൊണ്ടാണല്ലോ. എങ്ങനെ വിശ്വസിക്കും? ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ വിശ്വസിക്കുമോ? പതിനായിരക്കണക്കിന് ആളുകളിലേക്ക് വളരെ വേഗം നിങ്ങൾക്ക് എത്രയോ പെട്ടെന്ന് വേഗതയിൽ എത്തിക്കാൻ സാധിക്കും.
അത്രയും വേഗത്തിൽ എത്തിക്കുന്ന ഒരു സംവിധാനം അങ്ങനെ നടന്നിട്ടില്ല. ഇത് ഒറ്റപ്പെട്ട ചോർച്ചയാണെന്ന് സുപ്രീം കോടതി പരമോന്നത നീതിപീഠത്തെ കൃത്യമായി ബോധ്യപ്പെടുത്തിയോണ്ടാണ് സാർ. അതുമായി നമ്മളൊരു കൺക്ലൂഷൻ എത്തരുത്. അതാണ് എനിക്ക് ബി ജെ പിയോട് പറയാനുള്ളത്. ABVP പ്രതിനിധി കൂടിയാണ് ഒരു പരീക്ഷാ സംവിധാനം പൂർണ്ണമായും റദ്ദാക്കണം. പുതിയൊരു നീറ്റ് പരീക്ഷ വരണം. റീനീറ്റ് വന്നാൽ എന്താ കുഴപ്പം റിണ്ടു? എന്തിനാ എന്താ സാർ, ഞാൻ നോക്കട്ടെ സാർ, വർഷങ്ങളായി കഷ്ടപ്പെട്ട് പഠിച്ച് ഉന്നത റാങ്ക് ലിസ്റ്റിലെത്തിയിട്ടുള്ള ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ കേരളത്തിലുണ്ട്. ഇത് റദ്ദാക്കി കഴിഞ്ഞാൽ അവരുടെ ഭാവി എന്താകും സാർ? ഇനി ഒരു പരീക്ഷയിൽ ഒരു പക്ഷേ ഇതുപോലെയുള്ള പെർഫോമൻസ് അവർക്ക് പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും സാർ? ഒരുപാട് അങ്ങനെയാണ് സാർ. ഈ ചോർന്നത് ആരാണോ, ചോർത്തിയത് ആരാണോ, ആ ചോർത്തിയവനെയും ചോർന്നവനെയും കണ്ടെത്തുക, അവനെ ശിക്ഷിക്കുക. അതിന്റെ പേര് ബാക്കിയുള്ള മുഴുവൻ ആളുകളെയും ശിക്ഷിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്. അത്ര പ്രിസിഷനോടുകൂടി ഈ പരീക്ഷയുടെ ക്രമക്കേട് നടത്തിയ ആളുകളെ കണ്ടെത്തിയിരിക്കുന്നു. 2 നഗരങ്ങളിൽ, പാറ്റ്നയിലെയും ഗോദ്രയിലെയും. ആ 2 നഗരങ്ങളിലെ 2 കേന്ദ്രങ്ങൾ, അവിടെ മാത്രമേ ഈ പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നിട്ടുള്ളൂ. ആ ചോർന്നിട്ടുള്ള ആളുകളെ, അതിൻ്റെ ഗുണഭോക്താക്കളെ കണ്ടെത്തിയിരിക്കുന്നു. അവരെ ഇതാ ഈ ലിസ്റ്റിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. അവർക്കെതിരെ നിയമ നടപടി വന്നിരിക്കുന്നു. ബാക്കിയുള്ള വിദ്യാർത്ഥികളെ അതിനെ പീനലൈസ് ചെയ്യരുത്. ഇതാണ് NTയുടെ വാദം. ഇത് ലോജിക്കലാണോ ലിജീഷ്? സ്വാഭാവികമായും നമ്മളുടെ രാജ്യത്ത് ഇപ്പോൾ അല്പം മുമ്പേ ഉയർത്തിയ ഒരു വാദം, ആ വാദത്തിൽ കഴമ്പില്ല എന്നൊന്നും ഞാൻ പറയില്ല. ലക്ഷക്കണക്കിന് കുട്ടികൾ പരീക്ഷ എഴുതുമ്പോൾ സ്വാഭാവികമായും ഒരു റീനീറ്റ് ഉണ്ടാവുന്ന സമയത്ത് നന്നായി പഠിച്ച് പരീക്ഷ എഴുതി മാർക്ക് കിട്ടിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടികളുടെ മാനസികാവസ്ഥയെ കൂടെ നാം കൺസിഡർ ചെയ്യണം. ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാനസിക സമ്മർദ്ദത്തെ, അവരുടെ വൈകാരിക വിക്ഷോഭത്തെ ഒക്കെ നാം അഡ്രസ്സ് ചെയ്യണം. പക്ഷേ ഇത് കേവലം ഈ വർഷത്തെ പരീക്ഷയെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല. ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് കുട്ടികൾ വിശ്വസിക്കുന്ന ഒരു പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം നമ്മളുടെ മുമ്പാകെയുണ്ട്. ഇവരിൽ എത്ര പേർ നീറ്റ് എക്സാം ട്രസ്റ്റ് ചെയ്യാവുന്ന ഒരു പരീക്ഷയാണ്, ചോരാതെ പരീക്ഷ നടത്താവുന്ന ഒരു സമ്പ്രദായം ഈ രാജ്യത്തുണ്ട് എന്നും ഈ പരീക്ഷയിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകാം എന്നും എത്ര കുട്ടികൾ ഭാവിയിൽ വിശ്വസിക്കുമെന്നൊരു പ്രശ്നം നമ്മളുടെ മുമ്പാകെ കിടപ്പുണ്ട്. കോട്ടയാണ് സ്വാഭാവികമായും കോച്ചിങ് ഇൻഡസ്ട്രിയുടെ ഒരു കേന്ദ്രം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം കോട്ടയിലുള്ളൊരു വളരെ പ്രശസ്തമായ അലൻ എന്ന് പറയുന്ന ഇന്ത്യയിലെ വളരെ പ്രശസ്തമായ സ്ഥാപനത്തിൻ്റെ സിഇഒയും ഫൗണ്ടറുമായ അലൻ്റെ ഒരു ഡയറക്ടർമാരിൽ ഒരാൾ നടത്തിയ ഒരു പത്രക്കുറിപ്പ് ഞാൻ കാണുകയുണ്ടായി. കോട്ടയിൽ ഈ വർഷം ചരിത്രത്തിൽ ആദ്യമായി 40% അഡ്മിഷൻ കുറഞ്ഞിരിക്കുന്നു. ഞാനൊരു കോച്ചിങ് ഇൻഡസ്ട്രി തഴച്ചു വളർത്തുന്ന കുഞ്ഞുങ്ങളുടെ ഫിനാൻഷ്യൽ കോൺട്രിബ്യൂഷനെ കുറിച്ചല്ല പറയുന്നത്. ഈ 40% കൊഴിഞ്ഞുപോക്കുണ്ടാവുന്നു എന്നത് അലനെ എങ്ങനെ ബാധിക്കും, ഈ കോച്ചിങ് ഇൻഡസ്ട്രി എങ്ങനെ ബാധിക്കും എന്നതല്ല എൻ്റെ പ്രശ്നം. ഈ 40% എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഈ കുഞ്ഞുങ്ങൾ ഈ രാജ്യത്ത് അടുത്ത വർഷം നീറ്റ് എക്സാമിനേഷൻ എഴുതേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നുണ്ട് എങ്കിൽ സ്വാഭാവികമായും അവരുടെ മെഡിക്കൽ പ്രവേശനം ഏത് രീതിയിലാണ് സാധ്യമാവുക? അവർ ഈ രാജ്യത്തെ പരീക്ഷയെ വിശ്വസിക്കാതെ മറ്റ് രാജ്യങ്ങളിലേക്ക് വലിയ ഡൊണേഷൻ കെട്ടിക്കൊണ്ട്, വലിയ ഫീസ് കെട്ടിക്കൊണ്ട് പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളെ ട്രസ്റ്റ് ചെയ്യാവുന്ന അവസ്ഥയിലേക്ക് പോവുകയാണോ? അങ്ങനെയാണോ നമ്മളുടെ പരീക്ഷ നടത്തിപ്പ് വരേണ്ടത്? തുടങ്ങിയ ചോദ്യങ്ങൾ നമ്മളുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ ചോർച്ചയില്ലാത്തൊരു പരീക്ഷ നടത്തും എന്ന് ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്തം കോടതിക്കും ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ലിജീഷ്. ഞാൻ മടങ്ങി വരാം. അതല്ലേ യഥാർത്ഥത്തിൽ ഈ സർക്കാർ ചെയ്യേണ്ടത്? സർക്കാരിന്റെ പ്രതിച്ഛായ ഈ തുടർച്ചയായി തെരഞ്ഞെടുക്കപ്പെട്ട് പാർലമെന്റിൽ എത്തുന്ന ആ ദിവസം തന്നെ നഷ്ടപ്പെട്ടു പോയൊരു കേസാണിത്. നീറ്റ് എന്ന വിളികളാണ് നമ്മൾ ലോക്സഭയിൽ കേട്ടത്. അപ്പോൾ നീറ്റിൻ്റെ പേരിൽ മുഖം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സർക്കാർ, ധർമ്മേന്ദ്ര പ്രധാൻ എങ്ങനെ ആ സ്ഥാനത്ത് ഇപ്പോഴും തുടരുന്നു എന്നതാണ് ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളും പ്രതിപക്ഷവും ചോദിക്കുന്നത്. അപ്പോഴും ധർമ്മേന്ദ്ര പ്രധാൻ തുടരുന്നു. ഇന്ന് നിങ്ങൾക്കെതിരെ വന്ന ട്വീറ്റ് ശ്രദ്ധിച്ചിരുന്നില്ലേ? ബയോളജിക്കലായ പ്രധാനമന്ത്രി, നോൺ ബയോളജിക്കലായ പ്രധാനമന്ത്രിക്കും ബയോളജിക്കലായ വിദ്യാഭ്യാസ മന്ത്രിക്കും അവരുടെ 2 പേരുടെയും കൈകളിൽ ഭാവി തലമുറയുടെ ഭാവി സുരക്ഷിതമല്ല എന്നാണ്. അവിടെയാണ് ലിജീഷ് സൂചിപ്പിച്ചത്. ചോർച്ചയില്ലാത്ത പരീക്ഷയാണിതെന്ന് ഉറപ്പുവരുത്താൻ ചോർച്ചയുള്ള പരീക്ഷ റദ്ദാക്കുക എന്നുള്ളതല്ലേ ഒരു സാമാന്യമായിട്ടുള്ള യുക്തി? അല്ല സാർ, അല്ല, ഇതിന് മുമ്പും നമുക്കറിയാമല്ലോ 2015-ലും 2004-ലും അതുപോലെ മുൻപ് മെഡിക്കൽ എൻട്രൻസുമായി ബന്ധപ്പെട്ട ചോർച്ച ഇന്ത്യയിൽ ഉണ്ടാവുന്നത്. അന്ന് കൃത്യമായിട്ട് റദ്ദാക്കിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ റദ്ദാക്കാനുള്ള സാഹചര്യം ഇന്നില്ല.
അതുകൊണ്ട് മനസ്സിലാക്കണം, റദ്ദാക്കുക എന്ന് പറയുന്നത് 24 ലക്ഷം വിദ്യാർത്ഥികളുടെ ഭാവി എന്തായിരിക്കും സാർ? ഒരു സുപ്രഭാത കേന്ദ്ര സർക്കാർ ഒരു നിശ്ചയിക്കുന്നു ഇത് ഞങ്ങൾ റദ്ദാക്കുന്നത്. റദ്ദാക്കുമ്പോൾ ഉണ്ടാകുന്ന പറയാത്തത് ഇവിടെ റദ്ദാക്കുന്ന സമയത്ത് ഇതിന്റെ ആനുകൂല്യം ഒരു വിദ്യാർത്ഥിക്ക് കൂടി കിട്ടിയിട്ടുണ്ടെന്ന് കരുതുക. ഒരു മണ്ടനായ വിദ്യാർത്ഥിക്ക് ഈ നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്ന് കിട്ടിയിട്ടുണ്ടെന്നും അയാൾക്ക് ഇതുവഴി പ്രവേശനം കിട്ടുന്നുവെന്നും കരുതുക. അത് ഈ സിസ്റ്റത്തെ മുഴുവൻ തകരാറിലാക്കില്ലേ? അങ്ങനെ ഇല്ലല്ലോ സാർ. അത് ഉറപ്പ് വരുത്തിക്കൊണ്ടാണല്ലോ കേന്ദ്ര സർക്കാർ ഈ നടപടിയുമായി കേന്ദ്ര സർക്കാർ സുപ്രീം കോടതി പോയിട്ടുള്ളത്. 17 ദിവസത്തിനുള്ളിൽ 10 പാലങ്ങൾ ബീഹാറിൽ പൊളിഞ്ഞു വീണ ഉറപ്പാണോ ഈ സർക്കാരിന് തരാനുള്ളത്? ഞാൻ തിരിച്ചു വരാം. നീറ്റ് 701 മാർക്ക് നേടിയ വിദ്യാർത്ഥിനിയാണ്, മിടുക്കിയ വിദ്യാർത്ഥിയാണ് അസ്ല പർവീൻ. ഇന്നിപ്പോ കൗൺസിലിംഗ് നടക്കുമെന്ന് എന്തെങ്കിലും അറിയിപ്പുകൾ കിട്ടുകയോ അല്ലെങ്കിൽ നിങ്ങൾ കരുതുകയോ ചെയ്തിട്ടുണ്ടോ? ഹലോ അസ്ല, കേൾക്കാമെങ്കിൽ. ഇല്ല, കൗൺസിലിംഗ് നടത്തുന്നില്ല എന്നാ കിട്ടിയ. കേൾക്കുന്നുണ്ട്? കേൾക്കാം, പറഞ്ഞോളൂ. കൗൺസിലിംഗ് ഇന്ന് നടക്കുന്നില്ല എന്നാണ് ഇത്രയും ദിവസം ഇന്ന് കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞിരുന്നത്. ഇന്നലെ ആയിട്ട് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും ഓൺലൈനിൽ നോക്കുന്ന സമയത്ത് കൗൺസിലിംഗ് തുടങ്ങുന്നില്ല എന്നൊരു വാർത്തയാണ് ഞങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് കിട്ടാൻ പറ്റുന്നത്. എന്തുകൊണ്ട് കൗൺസിലിംഗ് ഇന്ന് നടക്കുന്നില്ല എന്നതിനെ കുറിച്ച് എന്തെങ്കിലും ധാരണയുണ്ടോ അസ്ലീന്? സുപ്രീം കോടതി വിധി എന്തായിരിക്കും എന്നതിനനുസരിച്ചല്ലേ ഇപ്പോൾ കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒരുപക്ഷെ വിധി വരുന്നതിന് മുന്നേ കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്ത് അഥവാ റദ്ദാക്കി പോയി കഴിഞ്ഞാൽ പിന്നെ കോളേജിൽ അഡ്മിഷൻ കിട്ടിയോടത്തുനിന്ന് അത് ഒഴിവാക്കി പോരാന്ന് പറയുമ്പോൾ നല്ല പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും അത്. അസ്ല, എന്തായാലും സുപ്രീം കോടതിയിൽ കേസ് നടക്കുകയാണ്. അസ്ലയ്ക്ക് ടെൻഷൻ ഉണ്ടോ? 701 മാർക്ക് വാങ്ങിച്ചു. എനിക്ക് തോന്നുന്നു വർഷങ്ങളായുള്ള കഠിനാധ്വാനത്തിന്റെ ഫലമാണ്. ഉയർന്ന മാർക്കൊക്കെ നേടി. പക്ഷേ കൗൺസിലിംഗ് നീട്ടിവെക്കുന്നു. 8-ാം തീയതി സുപ്രീം കോടതി കേസ് പരിഗണിക്കാൻ പോകുന്നു. ആശങ്കയുണ്ടോ അസ്ല? ഉണ്ട്, ഒരുപാട് ആശങ്കയുണ്ട്. കാരണം ഇത്രയും കഷ്ടപ്പെട്ട് ഈ ഒരു മാർക്കിലേക്ക് എത്തിയിട്ട് നമ്മൾ ഈ 2 മാസം ഇരിക്കുന്നത് സ്ട്രെസ്സായിട്ട് ഇരിക്കേണ്ട ഒരു സമയമല്ല. കാരണം അത്രയും മാർക്ക് കിട്ടി, എന്തായാലും നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടും എന്ന പ്രതീക്ഷയോടെ ഇരിക്കുമ്പോൾ നമ്മൾ അത്രയും ഫ്രീ ആയിട്ടായിരിക്കുന്നത്. ഈ സമയത്തിനുള്ളിൽ അത്രയും ഫ്രീ ആയിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നോക്കുന്നില്ല. വീണ്ടും റീനീറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സ്ട്രെസ്സാണ്. കാരണം ഫ്രീ ആയിരിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് അത്രയും ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ എല്ലാം നമ്മൾ പഠിച്ചതെല്ലാം മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വീണ്ടും പഠിച്ചെടുക്കുക എന്ന് പറയുമ്പം എന്തായിരിക്കും സുപ്രീം കോടതി വിധിയെന്ന് അറിയില്ല. നല്ലൊരു ആശങ്ക തന്നെ ആയിരിക്കുന്നത്. പ്രഫുല്ല നമുക്കൊപ്പമുണ്ട്. റഷീദ് പ്രഫുല്ല ഈ വിദ്യാർത്ഥിയുടെ പിതാവാണ്. റഷീദ്, എന്താണ് താങ്കൾ കരുതുന്നത്? ഒരു ആശങ്കയുണ്ടോ താങ്കൾക്കും? തീർച്ചയായും ഉണ്ട്. ഞാൻ പ്രഫുല്ലയല്ല, പ്രഫുല്ല റഷീദിൻ്റെ മകളാണ്. 711 മാർക്കാണ് കിട്ടിയത്. ഒറ്റനോട്ടത്തിൽ നോക്കുമ്പോൾ രണ്ടാമത് നടത്തണം എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം. പക്ഷെ അത് നന്നായി പഠിച്ച് അധ്വാനിച്ച് വീട്ടിലെ ഫംഗ്ഷൻ പോലും ഒഴിവാക്കിയ, ജീവിതത്തിലെ ഒരുപാട് ആസ്വാദനങ്ങൾ 2 വർഷമൊക്കെ ആയിട്ട് ഒഴിവാക്കിയ, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഉറക്കൊഴിഞ്ഞ് കഠിനാധ്വാനത്തിലൂടെ പഠിച്ച കുട്ടികളോട് നമ്മൾ എന്ത് പറയും? നമ്മുടെ രാജ്യത്തിൻ്റെ സിസ്റ്റം ഇങ്ങനെ കേട് വന്നതിന് ഈ കുട്ടികളെ ബലിയാടാക്കുന്നത് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് ആഴത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഒരാൾക്കെങ്കിലും ചോർന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ രണ്ടാമത് നടത്തുകയല്ലേ വേണ്ടത്? 720 711 മാർക്ക് തന്നെയാണ്. 711. യെസ്. പ്രഫുല്ല ഇപ്പൊ പറയുന്നത് എന്താണ്? പ്രഫുല്ലയ്ക്ക് ടെൻഷൻ കാരണം കുറച്ച് ബുദ്ധിമുട്ടുണ്ടോ? നല്ല മനപ്രയാസമുണ്ട്. പ്രഫുല്ലയ്ക്ക് മാത്രമല്ല, അവരുടെ കൂട്ടുകാരി ഇപ്പോൾ അസ്ല പറഞ്ഞതുപോലെ നന്നായി മാർക്ക് കിട്ടിയ ഈ കുട്ടികൾക്കൊക്കെ. കാരണം അവരുടെ അധ്വാനം നമ്മൾ നേരിൽ കണ്ടതാണ്. കൊയിലാണ്ടി JPCയിലാണ് അവർ പഠിച്ചത്. അപ്പോൾ അവരുടെ ഒരു അധ്വാനമല്ല, കഠിനാധ്വാനം. നമ്മളൊക്കെ ചെറുപ്പത്തിൽ പഠിക്കുന്നവരാണ് എന്നുള്ളൊരു തോന്നലാണ്. ഞാനൊരു പഠിത്തക്കാരനായിരുന്നു. പക്ഷേ ഈ മക്കളുടെ കഠിനാധ്വാനവും ഉറക്കൊഴിച്ചിലും കണ്ടപ്പോൾ നമ്മളൊന്നും പഠിക്കുന്നവരായിരുന്നില്ല. അത്രയേറെ ഡിവോട്ടഡ് ആയിരുന്നു അവർ. ക്വസ്റ്റ്യൻസ് ബൈ ക്വസ്റ്റ്യൻസ്, ഓൾട്ടർനേറ്റീവ് ഡേയിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള എക്സാം, അതിൻ്റെ ഇവാലുവേഷൻ, അതിൽ വന്ന തെറ്റുകൾ, അതിൻ്റെ കറക്ഷൻസ്, മാസങ്ങളോളം വർഷങ്ങളോളം ഈ പ്രക്രിയയിലൂടെ കടന്നു വന്ന വിദ്യാർത്ഥികളോട് നമ്മൾ എന്ത് ന്യായീകരണം പറഞ്ഞാലും നിങ്ങൾ രണ്ടാമത് പരീക്ഷ എഴുതണമെന്ന് പറയുന്നത് മനഃശാസ്ത്രപരമായി അവർക്ക് ഏൽപ്പിക്കുന്ന ഒരു ആഘാതത്തെപ്പറ്റി, പ്രത്യേകിച്ചും കേരളത്തിൻ്റെ ഒരു കോണ്ടക്സ്റ്റിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്.
മറുവശത്ത് കുറേ ന്യായങ്ങൾ ശരിയാണ്, അത് ലോജിക്കല്ല എന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ എല്ലാ കുട്ടികളും, കുറച്ച് കുട്ടികളും കുറച്ച് ഉദ്യോഗസ്ഥന്മാരും ചെയ്ത കെടുകാര്യസ്ഥതയ്ക്ക്, രാജ്യത്തിൻ്റെ സിസ്റ്റം കേടുവന്നതിന് ഈ കുട്ടികളെ മുഴുവൻ ബലിയാടാക്കുക എന്ന് പറയുന്നത് നമ്മൾ പല പ്രാവശ്യം ആലോചിച്ചെടുക്കേണ്ട ഒരു തീരുമാനമായിരിക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ലിജീഷ് കുമാർ, ഈ വിദ്യാർത്ഥികളുടെ ഒരു മാനസികാവസ്ഥ, ആ മാനസികാവസ്ഥ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് നാഷണൽ ടെസ്റ്റിംഗ് അതോറിറ്റിയും കേന്ദ്ര സർക്കാരും ഇങ്ങനൊരു നിലപാടെടുക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് ഈ കുട്ടികളുടെ സ്ട്രെസ്സ്, മറുഭാഗത്ത് ഈ സിസ്റ്റത്തിൻ്റെ വിശ്വാസ്യത, ഇതിന് ഏതിനാണ് ഈ സംവിധാനം കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ലിജീഷ്? അല്ല, തീർച്ചയായും ഞാൻ ഇപ്പോൾ സംസാരിച്ച മോളെയും അതേപോലെ പിതാവിനെയും കേൾക്കുകയായിരുന്നു. ഇത് കേവലം അരുൺ സാറ് നമ്മൾ സംസാരിക്കും, ഇത് ഒരു വർഷത്തെ സ്ട്രെസ് പോലും അല്ല. ഞാനിത് മുമ്പും നമ്മളുടെ ചർച്ചയിൽ പറഞ്ഞതാണ്. കുഞ്ഞുനാൾ മുതൽ കണ്ട ഒരു സ്വപ്നത്തിനു പിന്നാലെ ഡെഡിക്കേഷനോടുകൂടെ യാത്ര ചെയ്ത കുഞ്ഞുങ്ങളാണ് ഇവരെല്ലാവരും. ഇവർ ഉറങ്ങാതെ, ഇവർ ഭക്ഷണം കഴിക്കാതെ, പരീക്ഷയോടടുക്കുന്ന സമയങ്ങളിലൊക്കെ ഇവരുടെ രാപ്പകലുകൾ മുഴുവനും ഇവർ ഈ ഒരൊറ്റ പരീക്ഷ വേണ്ടി കഷ്ടപ്പെട്ടു പഠിച്ച കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ ആ കഷ്ടപ്പെട്ടു പഠിച്ച് റിസൾട്ട് അച്ചീവ് ചെയ്തതിന് ശേഷം അത് സെലിബ്രേറ്റ് ചെയ്ത് അതൊന്നും ആഘോഷിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ഒരുപാടേറെ റൂമറുകൾ നിലനിൽക്കുക, സംശയങ്ങൾ നിലനിൽക്കുക, പല കുട്ടികളും മാർക്ക് നേടുന്നത് ചോർത്തിയ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെയാണ് എന്ന രൂപത്തിലുള്ള തമാശക്കളികളും ചർച്ചകളുമൊക്കെ അവരുടെ എക്കോസിസ്റ്റത്തിൽ ഉണ്ടാവുക എന്നതൊക്കെ നാം അവരോട് ചെയ്യുന്ന കടുത്ത പീഡനമാണ്. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും രണ്ട് കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് ഇതിൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, ക്വാളിറ്റിയുള്ള മാർക്ക് അച്ചീവ് ചെയ്ത് നിലവിൽ അലോട്ട്മെൻറ്റ് കാത്തിരിക്കുന്ന ഇത്തരം കുഞ്ഞുങ്ങളാണ്. രണ്ട്, 650, 660, 640 ഒക്കെ മാർക്ക് വാങ്ങിയ, ഇതേപോലെ കഷ്ടപ്പെട്ട് പഠിച്ച് വലിയ മാർക്കിലേക്ക് 640, 630 എന്നൊക്കെ പറഞ്ഞാൽ വലിയ മാർക്കാണ്. വലിയ മാർക്കിലേക്ക് എത്തിയ ഒരു മഹാഭൂരിപക്ഷം ഈ അലോട്ട്മെൻറ്റിൻ്റെ സാധ്യതകളിൽ നിന്ന് തന്നെ തള്ളപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് കാറ്റഗറി സ്റ്റുഡൻസിനോടും നാം ചെയ്തിരിക്കുന്നത് വലിയ ക്രൂരതയാണ്. അതുകൊണ്ട് ആദ്യഘട്ടത്തിലെ ഇത്തരം കൺഫ്യൂഷനുകൾ നമ്മൾ ഉയർത്തുന്നുണ്ട്. ഒരു റീനീറ്റാണോ ഒരു പോംവഴി, അല്ലെങ്കിൽ ഈ റാങ്ക് പട്ടിക പുനഃപ്രസിദ്ധീകരിക്കാൻ ഈ പിഴവുകളെല്ലാം തീർത്തുകൊണ്ട് റാങ്ക് പട്ടിക പുനഃപ്രസിദ്ധീകരിക്കാവുന്ന രൂപത്തിലേക്കുള്ള ഒരു സൊല്യൂഷനിലേക്ക് NTA എത്തിച്ചേരുമോ? ഞാൻ നേരത്തെ അരുൺ സാറ് മറ്റ് രണ്ട് കാര്യങ്ങൾ പിന്നീട് പറയാമെന്ന് പറഞ്ഞ് മാറ്റിവെച്ചൊരൊറ്റ കാര്യം ഞാൻ പറയാം. നമ്മൾ ഗ്രേസ് മാർക്കിനെ കുറിച്ച് പറയുന്നുണ്ട്, വൈകി പരീക്ഷ നടത്തിക്കൊടുത്ത ഗ്രേസ് മാർക്കിനെ കുറിച്ച്. മറ്റൊന്ന് ബോണസ് മാർക്കാണ്. അത് നമ്മളുടെ ചർച്ചകളിൽ എവിടെയുമില്ല. അത് ഫിസിക്സിലെ ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസ്പ്യൂട്ടിനുമേൽ 2 ആൻസറുകൾ ശരിയാക്കിയവർക്ക് മാർക്ക് കൊടുക്കാം എന്ന NTA വിചിത്രമായ സൊല്യൂഷനാണ്. നമ്മൾ ആലോചിക്കേണ്ടത് NTA പരീക്ഷ നടത്താൻ ഒരു സിലബസ് ഉണ്ട്. ആ സിലബസ് സാറിന് ഇപ്പോഴും നാഷണൽ മെഡിക്കൽ കൗൺസിലിൻ്റെ വെബ്സൈറ്റിനകത്ത് കയറിയാൽ കിട്ടും. ഈ സിലബസിനെ ബേസ് ചെയ്താണ് NTA പരീക്ഷ നടത്തുന്നത്. ആ സിലബസിനെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ വരുന്നു. ആ ക്വസ്റ്റ്യൻ NTA ഒരു ആൻസർ ഉണ്ടാവണം. ആ സിലബസിനെ ബേസ് ചെയ്തുകൊണ്ടൊരു ഉത്തരം ഉണ്ടാവണം. ആ ഉത്തരത്തിനുമേൽ തർക്കം വരുന്ന സമയത്ത് NTA പറഞ്ഞ മറുപടി പുതിയ NCERT ടെക്സ്റ്റ് ഉപയോഗിച്ച് ഈ ആൻസറും പണ്ടെങ്ങാണ്ടോ ഉണ്ടായിരുന്ന NCERT ടെക്സ്റ്റ് ഉപയോഗിച്ച് എഴുതിയവരുടെ ഈ ആൻസറും ആൻസറായി പരിഗണിക്കും എന്ന ഒരു വിചിത്ര സൊല്യൂഷനാണ്. ഏതർത്ഥത്തിലാണ് അങ്ങനെ ഒരു സൊല്യൂഷനിലേക്ക് ഒരു പരീക്ഷാ നടത്തിപ്പ് സമിതി എത്തുന്നതെന്ന് നമുക്ക് മനസ്സിലാവില്ല. ഞാൻ ഒറ്റ കാര്യം കൂടി അതിനോട് ചേർത്ത് പറയാം. 1ാം സ്ഥാനത്തെത്തിയ 720 മാർക്ക് വാങ്ങിയ 67 കുട്ടികളിൽ 50 പേരാണ് ഗ്രേസ് മാർക്കിലൂടെയും ബോണസ് മാർക്കിലൂടെയും എത്തിയ ആളുകളെന്ന് NTA സമ്മതിക്കുന്നുണ്ട്. ആ 50-ൽ 6 പേര് മാത്രമാണ് വൈകി പരീക്ഷ നടത്തിയത് കൊണ്ട് ഗ്രേസ് മാർക്ക് കിട്ടിയ ആളുകൾ. 44 പേർ ഈ ഒരൊറ്റ ക്വസ്റ്റ്യന് ഈ ആൻസർ കൂടെ പഴയ NCERT ബേസ് ചെയ്തുകൊണ്ടുള്ള ആൻസർ കൂടെ എഴുതാം എന്ന് പറയുമ്പോഴാണ് 1ാം റാങ്കിലേക്ക് 44 പേര് ജമ്പ് ചെയ്യുന്നത്. 1ാം റാങ്കിലേക്ക് 44 പേര് ഒരു തീരുമാനം കൊണ്ട് ജമ്പ് ചെയ്യുന്നുണ്ട് എങ്കിൽ മുൻനിര റാങ്കുകളിലേക്ക് എത്ര പേര് ഇതുപോലെ ജമ്പ് ചെയ്തെത്തിയിട്ടുണ്ടാവും. സോ ഇത്തരം തർക്കങ്ങളെല്ലാം പരിഹരിക്കാൻ ദയവായി NTA തയ്യാറാവണം. ഗ്രേസ് മാർക്ക് ഒഴിവാക്കണം, ബോണസ് മാർക്ക് ഒഴിവാക്കണം. OMR ഷീറ്റ് പ്രൊവൈഡ് ചെയ്യാത്ത കുട്ടികൾ ഇനിയുമുണ്ട് ഈ രാജ്യത്ത്. അവർ നിരന്തരമായി NTA മെയിൽ അയച്ചിട്ട് NTA മറുപടി കൊടുക്കുന്നില്ല. NTA ഉദ്യോഗസ്ഥർ അവരെ വിളിക്കുന്ന ഫോൺ കോളുകളോട് ഹാർഷായി പെരുമാറിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ അടിമുടി ഈ പരീക്ഷാ നടത്തിപ്പ് കാര്യക്ഷമമാക്കാൻ ഒരു എക്സ്റ്റേണൽ ഓഡിറ്റിംഗ് കമ്പനിയെ
കമ്മിറ്റിയെ വെക്കാൻ വേണ്ടി ഗവൺമെന്റ് തയ്യാറാവണം. പ്രാദേശിക ഭാഷകളിലേക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോഴും NTA ഒരു സ്ഥിരം സമിതിയില്ല. അതിനുവേണ്ടി പെർമനന്റ് ആയ ഉദ്യോഗസ്ഥരെ നിയമിച്ച് രാജ്യത്തെ എല്ലാ പ്രധാനപ്പെട്ട പരീക്ഷകളുടെയും സിവിൽ സർവീസ് ഒഴിച്ച് ബാക്കി എല്ലാ പരീക്ഷകളുടെയും ചുമതലയും നൽകിയിരിക്കുന്നു. അതിൽ UGC പരീക്ഷ മാറ്റി. പ്രിന്റു മഹാദേവ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ഈ പരീക്ഷയുടെ മാത്രമല്ല. UGC പരീക്ഷ എന്താ മാറ്റിയത്? നീറ്റ് പരീക്ഷ. നീറ്റ് പരീക്ഷ എന്താ മാറ്റിയത്? CSIR പരീക്ഷ തീയതി എന്താ മാറ്റിയത്? ലിജീഷ് കുമാർ ഈ നീറ്റ് പരീക്ഷ റദ്ദാക്കിയിട്ട് അതിൽ നിന്ന് പിന്നീട് എക്സാം നടത്തുമ്പോൾ അവൻ്റെ ലാഭത്തിൻ്റെ മനക്കണക്ക് ഇങ്ങനെ കൂട്ടി നടക്കുന്ന സമയത്ത് അദ്ദേഹം ഈ കേന്ദ്ര സർക്കാർ എടുത്ത പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ലാഭത്തിന്റെ കണക്ക് അദ്ദേഹം ഇത് പറയുമ്പോൾ ഞാൻ നല്ലതാണ്. ചോദ്യത്തിന് മറുപടി പറയണം. ലിജീഷ് കുമാറെ എന്ന് വിളിച്ചു പറഞ്ഞ ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞതിന് ശേഷം അങ്ങ് തുറന്നോളൂ. ഒന്ന്, അഥവാ ഈ രാജ്യത്തൊരു റീനീറ്റ് അനൗൺസ് ചെയ്യുകയാണ് എങ്കിൽ ആ റീനീറ്റിന് വേണ്ടി പഠിക്കുന്ന സൈലത്തിലേക്ക് വരുന്ന ഒരു കുട്ടിയുടെ കയ്യിൽ നിന്നും 1 രൂപ പോലും സൈലം വാങ്ങുകയില്ല. ഒരു അഡ്മിഷനും 1 രൂപ പോലും വാങ്ങാതെ ഞങ്ങൾ ഈ സൈലത്തിൽ എല്ലാ കുഞ്ഞുങ്ങളെയും ഫ്രീ ആയി ഞങ്ങൾ പഠിപ്പിക്കും. അതുകൊണ്ട് അത് നമ്മൾ വിടും. ലാഭമല്ല നമ്മുടെ വിഷയം. അല്ല, അദ്ദേഹത്തിന് അത് പറയാമല്ലോ. ഞാൻ പരസ്യമായി ചാനലിലാണ് പറയുന്നത്. കഴുകൻ കണ്ണുകളോട് കൂടിയിട്ട് ഈ കുഞ്ഞുങ്ങളെ ആക്ഷേപിക്കല്ല. സൈലം അരുൺ സാറേ, ഞാൻ പറയുന്നു, നിങ്ങൾ ഇപ്പോൾ നീറ്റിനെ കുറിച്ചാണ് ചർച്ച. ഇനി നിങ്ങൾ അടുത്ത ദിവസം ഇതേപോലെ അന്തി ചർച്ചയിൽ ഈ സൈലത്തിന്റെ തട്ടിപ്പുമായിട്ട് നമുക്ക് ഇരിക്കേണ്ടി വരും. അന്ന് ലിജീഷ് കുമാർ എന്നെ വിളിച്ച ഞാനുണ്ടാവും. ലിജീഷിന്റെ സൈലത്തിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ കയ്യിൽ നിന്നും പൈസ ഈടാക്കുന്നില്ല. അതവിടെ നിൽക്കട്ടെ, പൈസയുടെ ലാഭമൊക്കെ മറ്റു കണക്കല്ലേ. ഈ പരീക്ഷയിൽ പ്രിന്റു മഹാദേവ് ഈ സർക്കാരിന് എത്ര കോടി കിട്ടിയെന്നറിയുമോ? ഒരു നിമിഷം, ഈ പരീക്ഷ നടത്തിയതിന് സർക്കാരിന് എത്ര രൂപ കിട്ടിയെന്ന് പ്രിന്റുവിന് അറിയാമോ? NTA സൈലം ലിജീഷെ, ഈ പരീക്ഷ നടത്താൻ വേണ്ടി ഒരു വിദ്യാർത്ഥിയുടെ കയ്യിൽ നിന്ന് എത്രയാണ് ഫീസായിട്ട് ഈടാക്കിയിട്ടുണ്ടാവുക NTA? അല്ല, ഞാനത് കഴിഞ്ഞ ദിവസം അതിൻ്റെ കണക്ക് ഇവിടെ പറഞ്ഞു. 24 ലക്ഷം കുട്ടികൾ മിനിമം 1000 രൂപ. 1000 രൂപ എന്ന് പറയുന്നത് റിസർവേഷൻ കാറ്റഗറിക്ക് മാത്രമുള്ള ഫീസാണ്. മറ്റു കുട്ടികൾക്ക് 1700 രൂപയാണ് ഫീസായി അവർ അടക്കേണ്ടത്. 1000 രൂപ വെച്ച് ഒരു കുട്ടി അടക്കുകയാണ് എങ്കിൽ പോലും 240 കോടിയാണ് ഈ പരീക്ഷ നടത്തുന്നതിന് നമ്മൾ 240 കോടി രൂപ ഈ വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്നും വാങ്ങിയിട്ടാണ് ഈ വിദ്യാർത്ഥികളോട് വഞ്ചന നടത്തിയത്. എന്നിട്ട് പ്രിന്റു മഹാദേവ് പറയുന്നത് എന്താ? ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി റീനീറ്റ് നടത്തില്ല എന്നാണ്. ഈ പരീക്ഷയുടെ വിശ്വാസ്യതയിൽ ഇനി വരുന്ന തലമുറ, അവരുടെ രക്ഷിതാക്കൾ, ഈ സിസ്റ്റം, ഇത് മുഴുവൻ ഈ വിശ്വാസ്യതയിലാണ്. ആ പരീക്ഷയുടെ വിശ്വാസ്യതയുടെ മേലാണ് നിങ്ങൾ മണ്ണുവാരിയിട്ടത് പ്രിന്റു മഹാദേവ്. അല്ല, വിശ്വാസ്യത തിരിച്ചു പിടിക്കാനുള്ള നടപടികളുമായിട്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോയല്ലോ സാർ. നമ്മുടെ ആദരണീയ രാഷ്ട്രപതി പാർലമെന്റിലെ നയപ്രഖ്യാപനത്തിൽ അടക്കം അല്ല, ഞാൻ പറയാം. പിന്നെന്താ സാർ, ഇതിലെ യഥാർത്ഥ പ്രതികളായിട്ടുള്ള മുഴുവൻ ആളുകളെയും അറസ്റ്റ് ചെയ്തില്ലേ? ഇതിന്റെ UGC നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർച്ച നിങ്ങൾ അന്വേഷിച്ചോ? അതിലെ പ്രതികളെ കണ്ടെത്തിയോ? അതിൽ എത്ര പേർക്ക് ചോദ്യപേപ്പർ അയച്ചു കൊടുത്തു എന്ന് കണ്ടെത്തിയോ? CSIR പരീക്ഷ എന്തുകൊണ്ടാണ് മാറ്റിവെച്ചത് പ്രിന്റു മഹാദേവ്? ഇന്നും സമൂഹത്തിന് കൊടുത്തിട്ടുണ്ടോ? CSIR പരീക്ഷ മാറ്റിവെച്ചത് പിണറായി വിജയന്റെ പോലീസും അല്ല. CSIR പരീക്ഷ മാറ്റിവെച്ചത് എന്തുകൊണ്ടാ? JRF പരീക്ഷ മാറ്റിവെച്ചത് അല്ല, അതെ, അതുമായി അല്ല, ഞാൻ പറയും, പ്രത്യേകിച്ച് നീറ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എക്സാമുകളുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് ഒരു നടപടിക്രമങ്ങൾ നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കേന്ദ്ര സർക്കാർ, ഇന്ന് നമുക്കറിയാം, സംസ്ഥാനങ്ങളുടെ കൺട്രോളിലുള്ള 2 ഉദ്യോഗസ്ഥന്മാർ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം 2 അംഗ കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചതായിരിക്കും പിന്നെയുള്ള പരീക്ഷകൾ നടക്കുക. അതൊരു നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് പരീക്ഷകൾ മാറ്റിവെക്കുന്നത്. അത് പ്രത്യേകിച്ച് നീറ്റ് പോലുള്ള ഒരു പരീക്ഷ ഈ ഇത്തരത്തിലുള്ള ഒരു ചോർച്ച നടന്ന സമയത്ത് ഈ വളരെയധികം നോക്കൂ, 5 വർഷമായിട്ട് നടക്കുന്നുണ്ടല്ലോ സാർ. ഇപ്പോഴാണ് ഇത് ചോർന്നത്. അതിനു മുമ്പ് ചോർന്നില്ലല്ലോ. വിവാദങ്ങളുണ്ടായിട്ടുണ്ട്. അത് ഒറ്റപ്പെട്ട വിവാദങ്ങളായിട്ടാണ് നിന്നത്. 2020 വിവാദം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഏറ്റെടുത്തതിന് ശേഷം വ്യാപകമായ രീതിയിൽ ചോദ്യപേപ്പർ ചോർച്ച നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇതേപോലെ ഉന്നതമായിട്ടുള്ള വ്യാപം, അത് പ്രാദേശികമായ ഒരു സംസ്ഥാനത്ത് നടന്ന തൊഴിൽ പരീക്ഷയാണ്. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒരു എൻട്രൻസ് പരീക്ഷയിൽ ഇത്ര വ്യാപകമായ
ഇത്രയും അധികം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്ന ഒരു പരീക്ഷാ സമ്പ്രദായം ലോകത്തെവിടെയെങ്കിലും ഇങ്ങനെ നിങ്ങൾ അങ്ങനെ വ്യാപകമാണെന്ന് വരുത്തി തീർത്തിക്കൊണ്ട് വിദ്യാർത്ഥികൾക്ക് ആശങ്ക ഉണ്ടാക്കണം. നിങ്ങളും സൈലത്തിന്റെ പ്രതിനിധിക്ക് ചൂട്ടുപിടിക്കുകയാണ് നിങ്ങൾ ചെയ്തത്. കാരണം എന്താണ്? ഇപ്പൊ നേരത്തെ ആ പെൺകുട്ടി ലളിതമായൊരു ചോദ്യം. ഈ 67 പേർ ഒന്നാം റാങ്കിലേക്ക് വന്നല്ലോ. ആ 67 പേരിൽ 44 പേർക്ക് ബോണസ് മാർക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. ആ ബോണസ് മാർക്ക് കിട്ടുമ്പോൾ 44 പേർ ഒന്നാം റാങ്കിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഈ താഴെത്തട്ടിൽ 650 660 മാർക്ക് വാങ്ങി പിന്നിൽ നിൽക്കുന്ന കുട്ടികളുണ്ടല്ലോ, അവർക്ക് ആ ബോണസിന്റെ ആനുകൂല്യം കിട്ടാത്തത് കൊണ്ട് അവർ പിന്നിലേക്ക് പോയെങ്കിൽ അതിന് എന്ത് ന്യായീകരണം ഉണ്ടാവും? താങ്കളൊന്ന് പറയൂ. ഇതിനകത്ത് സാർ കൃത്യമായിട്ട് NTA ബന്ധപ്പെട്ട് പരീക്ഷ 13,000 കംപ്ലൈന്റ് 15,000 കംപ്ലൈന്റ് കൊടുക്കും. റിസൾട്ട് ഇല്ലാത്ത വിദ്യാർത്ഥികളെ കൊണ്ട് പല രീതിയിലുള്ള കംപ്ലൈന്റ് കൊടുക്കും. അങ്ങനെയുള്ള ഒരു കംപ്ലൈന്റ് പുറത്ത് പ്രിയങ്ക ഗാന്ധി പോയിട്ട് അവസാനം അലഹാബാദ് കോടതിയുടെ വിധി വന്നല്ലോ. ആ പെൺകുട്ടി ഫേക്ക് ആയിട്ടുള്ള സാധനമാണ് അയച്ചത്. അലഹാബാദ് കോടതി വിധി ഇവരുടെ ഈ സംഘപരിവാർ വക്താവിൻ്റെ വർത്തമാനം പറയുന്ന കേട്ടതൊന്നും ഇവിടെ പറഞ്ഞത് 5 വർഷമായി നടത്തുകയല്ലേ, ഇപ്പോഴല്ലേ പരാതി വന്നത്. ഈ 5 വർഷവും ഇത് നടന്നില്ലെന്ന് ആര് കണ്ടു? ഇത് ഈ കുംഭകോണം നടന്നു വരികയല്ലേ. വ്യാപം അഴിമതിയുടെ ഒന്നാമത്തെ പ്രതിയെ, അതിൽ പ്രധാനപ്പെട്ട ആരോപണ വിധേയനെ അതിൽ കൃത്യമായി പങ്കുള്ള ആളല്ലേ ഈ NTA തലപ്പത്തിരിക്കുന്നത്. അദ്ദേഹത്തിന് എന്ത് ഉത്തരവാദിത്തമാണ് അതുമായി ബന്ധപ്പെട്ടുണ്ടാവുക? അയാളുടെ ട്രാക്ക് റെക്കോർഡ് മുഴുവൻ ജനവിരുദ്ധമായിട്ടുള്ള നയങ്ങളുടെയും ഈ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും ഇത്തരത്തിലുള്ള അഴിമതിയും നിറഞ്ഞിട്ടുള്ള ഒരാളെ NTA ഹെഡിൽ കൊണ്ടുവച്ച ഇവരുടെ താല്പര്യമല്ലേ ഇവർ അവിടെ കാണിച്ചിട്ടുള്ളത്. ഈ പറഞ്ഞതൊക്കെ ഇവിടെ ഇപ്പം സൈലത്തെയൊക്കെ പറഞ്ഞു, അതിലൊന്നും ഞങ്ങളൊന്നും കക്ഷി തരുന്നില്ല. പക്ഷെ കേരളത്തിൽ മാത്രമാണോ നീറ്റ് നടന്നത്? നീറ്റ് PG പരീക്ഷയെക്കുറിച്ചെന്താ ഇവർ മിണ്ടാത്തത്? നെറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപ 240 കോടിയിൽ കൂടുതലായി വരുന്നത്. ആ പണം ഇവിടെ അത് വിദ്യാർത്ഥികൾക്ക് തിരികെ കൊടുക്കുമോ? എന്താ ഇവർക്ക് അതിൻ്റെ മേലുള്ള നിലപാട്? ആ പരീക്ഷ നടത്തി രാത്രി അത് റദ്ദ് ചെയ്തല്ലോ. എന്തടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങൾക്കിവിടെ പറയാനുള്ളത് NTA പിരിച്ചുവിടണം, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. നമ്മൾ കാണേണ്ടത് ശ്രീ അരുൺകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം, രാജ്യത്ത് 61,855 സ്കൂളുകൾ അടച്ചുപൂട്ടിയ സർക്കാരാണ് ഇവരുടേത്. പൊതുവിദ്യാഭ്യാസത്തെ തകർക്കുക കഴിയാത്ത നമ്മുടെ മുമ്പിൽ ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയുടെ സ്കൂളുകൾ പൂട്ടി നിങ്ങൾ 2008. അല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ NTA പിരിച്ചുവിടണം എന്നത് തന്നെയാണ് SFIയുടെ ആവശ്യം. അത് സംസ്ഥാന സർക്കാരുകളെ പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അതിനെ കാര്യങ്ങൾ ഏൽപ്പിക്കണം. അതുമായി ബന്ധപ്പെട്ട് ധർമ്മേന്ദ്ര പ്രധാൻ അടിയന്തര പ്രാധാന്യത്തോടെ രാജിവെക്കണം. ഇത് ഇവിടെ മാത്രമൊന്നല്ല, ഞാൻ നേരത്തെ UGCയുടെ നിങ്ങൾക്ക് പ്രിന്റു മഹാദേവ്, നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകുമ്പോൾ നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മിണ്ടാതിരിക്കാം. ഞാൻ നിങ്ങൾ പറയുന്നൊക്കെ കേട്ടു, അതൊന്നും കേട്ട് കാരണമല്ല. നിങ്ങൾ നടത്തിയിട്ട് മിണ്ടരുത്. ആർക്ക് ചോർത്തി? എന്ത് നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ തെളിവുണ്ടെങ്കിൽ CBIനെ കൊണ്ടെങ്ങാനും വന്ന് അന്വേഷിക്കും. നിങ്ങളുടെ കയ്യിലല്ലേ ജയിലിൽ കിടന്ന പിന്നെ പരീക്ഷ തട്ടിമറിച്ചു. ഈ NTA പിരിച്ചുവിട്ട് പ്രിന്റു മഹാദേവ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഉയർത്തിപ്പിടിക്കുന്ന ഇവരുടെ ബോധമുണ്ടല്ലോ, ഈ ബോധം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ പൊതുവിദ്യാഭ്യാസത്തെ തകർക്കുക എന്നുള്ളതാണ്. ഒരു ഘട്ടത്തിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട ഒരു അഭിപ്രായം പോലും പറയാൻ ABVP സംഘടന പോലും മുന്നോട്ട് വന്നിട്ടില്ല. വിദ്യാർത്ഥികളെ ബാധിക്കുന്ന വിഷയമല്ലേ? എന്തുകൊണ്ടാണത്? അത് തിരിച്ചറിയണ്ടേ? ഈ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി സംഘടിപ്പിച്ചത് ബോധപൂർവമാണ്. അത് വർഷാവർഷമായി നടന്നു വരുന്നതാണ്. ഇപ്പൊ അത് പുറത്തു വന്നു എന്ന് മാത്രമേ ഉള്ളൂ. പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട്. രക്ഷിതാവ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. നീറ്റ് പരീക്ഷ കഴിഞ്ഞു, ക്രമക്കേടുകൾ ചർച്ച ചെയ്യപ്പെട്ടു, കൗൺസിലിംഗിന് തുടക്കുമെന്ന് NTA സത്യവാങ്മൂലം നൽകി. എല്ലാവരും കരുതി കൗൺസിലിംഗ് ഇന്ന് ആരംഭിക്കുമെന്ന്. കൗൺസിലിംഗ് പക്ഷേ ഇന്ന് തുടങ്ങിയില്ല. കൗൺസിലിംഗ് തീയതി നിശ്ചയിച്ചിരുന്നില്ല എന്നാണ് ആരോഗ്യ മന്ത്രാലയം നൽകുന്ന വിശദീകരണം. ഞാൻ ഒരിക്കൽ കൂടി ഈ വിദ്യാർത്ഥിനിയിലേക്ക് പോകുന്നു. അസ്ല പർവീൺ, 8-ാം തീയതി സുപ്രീം കോടതി വിശദമായ വാദം കേൾക്കുകയാണ്. NTAയും കേന്ദ്ര സർക്കാരും പറയുന്നത് ഒരു ഭാഗത്ത് പരീക്ഷ റീനീറ്റ് നടത്താൻ കഴിയില്ല എന്നാണ്, മറുഭാഗത്ത് റീനീറ്റ് വേണമെന്ന് കോൺഗ്രസും പ്രതിപക്ഷ സംഘടനകളും ആവശ്യം ഉന്നയിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ മാനസികമായ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാക്കാം. പക്ഷേ എങ്കിലും ഒരു റീനീറ്റ് പരീക്ഷ നടത്തി ഇതിൽ അനർഹരായ വിദ്യാർത്ഥികൾ ലിസ്റ്റിൽ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ
അവരെ ഒഴിവാക്കുന്നതായിരിക്കില്ലേ ഈ സിസ്റ്റത്തിന് ഗുണകരമാവുക? അസ്ല പ്രവീൺ. ഇത്രയും 24 ലക്ഷം പേര് എഴുതിയ ഈ ഒരു എക്സാമിൽ ഇത്തവണ ഇത്രയും ക്രമക്കേട് വരുമ്പം ഇനി ഒരു എക്സാം നടക്കുമ്പോൾ അതിൽ ക്രമക്കേട് വരില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ലല്ലോ. അതും ഇതുപോലെ ക്രമക്കേട് വരുമ്പം ജനങ്ങൾ അറിയാതെ നടത്തി കഴിഞ്ഞാൽ അവിടെയും അങ്ങനെ കയറി പോകുന്ന കുട്ടികളില്ലേ? ആ ഒരു സാഹചര്യത്തിൽ ഇതിനായിട്ട് നടക്കുന്നതിനോടും എനിക്ക് താല്പര്യമില്ല. പ്രിൻഡു കേട്ടല്ലോ, വീണ്ടും ഒരു പരീക്ഷ നടത്തുന്നത് ഇതേ ഏജൻസി ആണെങ്കിൽ എങ്ങനെ വിശ്വസിക്കും പ്രിൻഡു? അല്ല സാർ, ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് നടപടിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. 3 മാസമായി പൊതുജനങ്ങളിൽ നിന്ന്, ഗുണഭോക്താക്കളിൽ നിന്ന് അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ISROയുടെ തലവനായിട്ടുള്ള രാധാകൃഷ്ണൻ സാറാണ് അതിൻ്റെ ഹെഡ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്ത് കൃത്യമായിട്ട് ഇത് വളരെ സുതാര്യമായിട്ട് നടന്നിരുന്നൊരു എക്സാമാണ്. നമുക്കല്ല, ഒരു കാലഘട്ടത്തിൽ നമ്മളൊക്കെ എന്താ പറയുക, സുരക്ഷാ സംവിധാനങ്ങൾ വളരെ ശക്തമാണെന്ന് അല്ല സുതാര്യമായിരുന്നു. സുരക്ഷാ സംവിധാനങ്ങൾ ഞാനൊന്ന് പറയട്ടെ സാർ, ആസൂത്രിതമായിട്ട് കേന്ദ്ര സർക്കാരിനെ സാർ ഇതൊക്കെ എന്താ പറയുക സാറേ, പെയ്ഡ് കലാപങ്ങളുടെ കാലഘട്ടമാണ്. ഇപ്പൊ കർഷക കലാപമായിക്കോട്ടെ, പല രീതിയിൽ കലാപങ്ങളുണ്ട്. ഇതിന് പിന്നിൽ ഞാൻ പറയുന്നത് 5 വർഷമായി വിധി വന്നാൽ സുപ്രീം കോടതിയിൽ നിന്ന് തിരിച്ചാണ് വിധി വരുന്നതെങ്കിൽ ഈ കേന്ദ്ര സർക്കാരിന്റെ മുഖമടച്ചിട്ട് നടിയായിരിക്കും. ഇനി അതല്ലെങ്കിൽ പോലും സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് എന്താ? ഇതിന്റെ വിശ്വാസത്തെ സുപ്രീം കോടതി സംശയിച്ചു തുടങ്ങി NTA-യുടെ. അല്ല, ഞാൻ പറയട്ടെ, അതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഇത്തരത്തിൽ ആരെങ്കിലും ഇത് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അതിനെ പഴുതടച്ചിട്ടുള്ള സംവിധാനം എന്ന രീതിയിലേക്ക് ഇതിനെ മാറ്റാനുള്ള ശ്രമമായിട്ടുള്ള കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, മെയ് 5 അതിനുശേഷം നടന്ന പ്രധാനപ്പെട്ട ഇന്ത്യയിൽ ഇലക്ഷൻ നടക്കുന്ന സമയം, ആ സമയത്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഉണ്ടാകുന്നത്. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വരുന്ന ജൂൺ മാസം 4-ാം തീയതി എന്തുകൊണ്ടാണ് 10 ദിവസത്തിനു ശേഷം പ്രഖ്യാപിക്കേണ്ട റിസൾട്ട് നേരത്തെ പ്രഖ്യാപിച്ചത് പ്രിൻഡു? അല്ല, ഒരു സംവിധാനം ഞാൻ പറഞ്ഞത് ഇപ്പോൾ വൈകുന്നതും നേരത്തെ വരുന്നതൊക്കെ വിശ്വസിക്കണം എന്നാണ് പ്രിൻഡു പറയുന്നത്. 10 ദിവസത്തിന് ശേഷം പ്രഖ്യാപിക്കേണ്ട റിസൾട്ട് ജൂൺ മാസം 4-ാം തീയതി എല്ലാ കണ്ണുകളും ടെലിവിഷൻ സ്ക്രീനുകളും ഈ റിസൾട്ടിന്റെ കണക്കിലും നമ്പറിലും കുടുങ്ങി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് രഹസ്യമായി ഇതിന്റെ ഫലം പ്രഖ്യാപിക്കണമായിരുന്നു. അങ്ങനെ പ്രഖ്യാപിച്ചു, പക്ഷെ കൈയോടെ പിടിച്ചു കഴിഞ്ഞപ്പോഴോ ഒറ്റപ്പെട്ട സംഭവമായി പറ്റ്നയിൽ. അപ്പോൾ ഗോദ്രയിലെ കേസ്, അതും ഒറ്റപ്പെട്ട സംഭവമായി. 2 ഒറ്റപ്പെട്ട കേസു. ഇതെന്താണ് പ്രിൻഡു? അല്ല ഞാൻ പറയട്ടെ, ഡൽഹിയിലെ പ്രമുഖ പത്രത്തിന്റെ പ്രതിനിധി അടക്കമുള്ള ആളുകൾ ഇതിലേക്ക് ലാലു പ്രസാദിന്റെ മകനായുള്ള തേജസ് യാദവിന്റെ വരവ്, അതുമായി ബന്ധപ്പെട്ട് ഗോദ്രയിലെ അവിടുത്തെ സ്ഥാപന ഉടമയ്ക്ക് അവിടുത്തെ കോൺഗ്രസ് നേതാക്കളുമായിട്ടുള്ള പങ്ക്, ഇത് മുഴുവൻ കൂട്ടി വായിക്കുമ്പോൾ സാർ, ഇതിന് യഥാർത്ഥ അന്വേഷണം വരുന്ന സമയത്ത് ഇലക്ഷനെ പോലും അട്ടിമറിക്കാനുള്ള വലിയൊരു പരീക്ഷണ വസ്തുവായിട്ടാണ് നീറ്റ് പരീക്ഷ ഇവർ കണ്ടിട്ടില്ലെന്നുള്ള വ്യാഖ്യാനത്തിലേക്ക് നമുക്ക് വരേണ്ടി വരും. അതവിടെ നിൽക്കട്ടെ, അന്വേഷണം നടക്കുന്നുണ്ടല്ലോ. രാജ്യത്തിൽ 24 ലക്ഷം താങ്കൾ ഈ പറഞ്ഞ 7 പ്രതികളിൽ ഏത് പ്രതിക്കാണ് തേജസ്വി യാദവുമായിട്ട് അല്ല ഞാൻ പറയട്ടെ, സിക്കന്ദർ യാദവ് തേജസ് യാദവിന്റെ PA ആയിട്ടുള്ള പ്രീതമെസിന്റെ ബന്ധുവാണ് സിക്കന്ദർ യാദവ്. അപ്പൊ സ്വാഭാവികമായിട്ട് തേജസ് യാദവിന്റെ കണക്ഷൻ അതിനകത്ത് വരുന്നു. കോൺഗ്രസ് പ്രതിനിധിയുടെ, കോൺഗ്രസിന്റെ മുൻ MLA-യുടെ ബന്ധുവാണ് ഈ പറയുന്ന ഗോദ്രയിലെ ഈ സ്ഥാപന നടത്തിപ്പുകാരൻ. പിന്നെ ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാർ, ഈ ചോർത്തി കൊടുത്ത ഉദ്യോഗസ്ഥന്മാർ, ഇങ്ങനെയുള്ള കണക്ഷൻ നോക്കുന്ന സമയത്ത് ഇത് സ്വാഭാവികമായി വലിയൊരു അട്ടിമറി സാധ്യതയിലേക്കാണ് അന്വേഷണം അവസാനം എത്തട്ടെ. ഞാൻ പറയുന്നില്ല അന്വേഷണം അവസാനം എത്തട്ടെ, പക്ഷേ ഇതിന്റെ മറവിൽ കഴുകൻ കണ്ണുകളോടുകൂടി പ്രാഞ്ചാൻ പോകുന്ന. അതെ, അല്ല സാർ, ബീഹാറിനകത്ത് ഭരിക്കുന്നത് ഭരണം കിട്ടിയിട്ട് 1 വർഷമേലായിട്ടുള്ളൂ സാർ. ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ ലാലുവിന്റെ ആളുകൾ തന്നെയാണ്. എല്ലാ കാലഘട്ടത്തിലും പരീക്ഷ പേപ്പറുകൾ വലിയ ലോബി എല്ലാ കാലഘട്ടത്തിലും ബീഹാറിൽ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് നിതീഷ് കുമാർ യാദവ് ഭരിക്കുന്നത് 1 വർഷമേ ആയിട്ടുള്ളൂ. നിതീഷ് കുമാർ തന്നെയായിരുന്നു ബീഹാറിന്റെ മുഖ്യമന്ത്രി അന്നും ഇന്നും. അല്ല, 2 വർഷം. അല്ല, അതെ സാർ, ഭരണ സംവിധാനത്തിൽ തേജസ് യാദവ് മാറിയിട്ട് 1 വർഷമല്ലേ ആയിട്ടുള്ളൂ സാർ.
അതുകൊണ്ട് ഈ അഡ്മിനിസ്ട്രേഷൻ ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്ന ഈ ക്രമക്കേടുകൾക്ക് എല്ലാ കാലഘട്ടത്തിൽ ബീഹാർ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ചോദ്യപേപ്പർ ചോർത്താനുള്ള ഒരു ലോബി വർഷങ്ങളായി രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷമായിട്ടാണ് RRBയും CGL അടക്കമുള്ള എക്സാമുകളിൽ അങ്ങനെയുള്ള ക്രമക്കേടുകൾ ഈ രാജ്യത്ത് വിമുക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരു പരീക്ഷയെ കൃത്യവും ക്രമവുമായിട്ട് സുതാര്യമായിട്ട് നടത്താനുള്ള സംവിധാനം എന്ന രീതിയിൽ കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. വിദ്യാർത്ഥികളുടെ ആശങ്കകൾ മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയൊക്കെ താങ്കൾക്ക് പറയാൻ സാധിക്കുമോ? കേരളത്തിൽ ഏതെങ്കിലും ഒരു മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്ന് ഇതേപോലെ ലക്ഷക്കണക്കിന് രൂപ കച്ചവടം നടത്തിയ ഒരു കേസ് താങ്കൾക്ക് കാണിക്കാൻ സാധിക്കുമോ? തമിഴ്നാട്ടിൽ താങ്കൾക്ക് കാണിക്കാൻ കഴിയുമോ? അല്ല സാർ, ഞാൻ ചോദിക്കട്ടെ. ഞാൻ പറയട്ടെ. ഇന്ത്യയിലെ നമ്പർ 1 ഒരു മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനകത്ത് നമ്മുടെ മുമ്പിലിരിക്കുന്ന പെൺകുട്ടിക്ക് പഠിക്കാനുള്ള ഒരു സാധ്യത തുറന്നിടുകയല്ലേ സാർ? ഞാൻ പറഞ്ഞ OBC വിഭാഗം ഈ പറയുന്ന അഖിലേന്ത്യാ തലത്തിൽ എൻട്രൻസ് വന്നതോട് കൂടിയിട്ട് അതിൽ ഏറ്റവും കൂടുതൽ സാധ്യത കിട്ടിയ വിഭാഗം മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. OBC കാറ്റഗറി പെട്ട ആളുകളാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് പ്രാദേശിക തലത്തിലേക്ക് വരുന്ന സമയത്ത് ഇവിടുത്തെ OBC വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അർഹമായിട്ടുള്ള സീറ്റുകളാണ് കുറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ശാസ്ത്രീയമായിട്ടൊരു പഠനം നടത്തൂ. ഇപ്പോൾ ഇതിനകത്ത് കുളം കലക്കാൻ വേണ്ടി രജീഷ് കുമാറിനെ പോലെയുള്ള ആളുകൾ ഉണ്ടാകാം. അല്ലെങ്കിൽ SFIക്ക് ഇപ്പോൾ നമ്മൾ പറയില്ല, മകൾ ചത്താലും ശരി, മകൻ മരിച്ചാലും ശരി, മരുമകളുടെ കണ്ടാൽ കണ്ടാൽ SFIക്ക്. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെയല്ല. വിദ്യാർത്ഥികളുടെ ഭാവി തുലച്ചുകൊണ്ടുള്ള ഒരു നിലപാടുമായിട്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോവില്ല. ഇതിനകത്ത് യഥാർത്ഥ പ്രതികളെ കണ്ടെത്തി ഇതിനകത്ത് അർഹരായിട്ടുള്ള ക്വാളിറ്റിയുള്ള കുട്ടികൾക്ക് അവർക്ക് മെഡിക്കൽ പഠനത്തിന് അനുസൃതമായിട്ട് പഠിക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും അഴിമതിയൊക്കെ നടത്തിയിരുന്നത് CPM-ഓ തേജസ്വി യാദവോ ഒക്കെ ആയിരുന്നുവെങ്കിൽ താങ്കൾ പറഞ്ഞത് മനസ്സിലാക്കും. കേന്ദ്രം ഭരിക്കുന്നത് BJP. ഈ ക്രമക്കേട് നടന്നിരിക്കുന്ന 5 സംസ്ഥാനങ്ങളിൽ 4 സംസ്ഥാനങ്ങളും ഭരിക്കുന്നത് BJP. അതിൽ ഏറ്റവും കൂടുതൽ ക്രമക്കേട് നടന്ന ബീഹാറും ഗുജറാത്തും ഭരിക്കുന്നത് BJP. ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ പുറത്തുവിടുമ്പോൾ പ്രതിരോധത്തിലാവുന്നത് BJP. ഒടുവിൽ കുറ്റം സമ്മതിക്കേണ്ടി വരുന്നത് BJPയുടെ കേന്ദ്രമന്ത്രി. എന്നിട്ട് താങ്കൾ ഈ ലിജീഷിനെയും കോൺഗ്രസ്സുകാരെയും കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം സാർ? അല്ല സാർ, അങ്ങനെ BJP എല്ലാ സ്ഥലങ്ങളും BJP ഭരിക്കുന്നത് കൊണ്ട് അവിടെ നടക്കുന്ന എല്ലാ ക്രമസമാധാന പ്രശ്നങ്ങൾക്കും അവിടുത്തെ സർക്കാരാണ് ഉത്തരവാദിത്വം എന്ന് പറയാൻ സാധിക്കുമോ? ഇപ്പം നിങ്ങൾ റിപ്പോർട്ടർ ചാനലകത്ത് ഒരു അനിഷ്ട സംഭവം നടന്നാൽ പിണറായി വിജയൻ ഭരിക്കുന്നത് കൊണ്ട് അത് പിണറായി വിജയൻ്റെ പടലേക്ക് ഇടാൻ പറ്റുമോ? അങ്ങനെയല്ലല്ലോ സാർ. ഭരിക്കുന്നത് BJP ആയതുകൊണ്ടാണ് കൃത്യമായിട്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആരാണ് അത് നടത്തിയതെന്ന് കൃത്യമായിട്ട് പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിച്ചത്. ഇത് ബീഹാറിൽ ലാലു പ്രസാദാവാണ് ഭരിക്കുന്നതെങ്കിൽ ഇതിൽ യഥാർത്ഥ പ്രതികൾ ഒരിക്കലും പുറത്തേക്ക് വരില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് കേന്ദ്ര അവസാനിപ്പിക്കുന്നതിന് മുൻപ് സഞ്ജീവ് PS, നിങ്ങളുടെ ആവശ്യം റീനീറ്റ് തന്നെയാണോ? ഇപ്പോഴും കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിങ്ങളും റീനീറ്റ് ആവശ്യപ്പെടുകയാണോ? പക്ഷേ അപ്പോൾ അസ്ല പർവീണിനെ പോലെയുള്ള വിദ്യാർത്ഥിനികളുണ്ട്. അവർ 701 മാർക്കും 711 നേടിയ പ്രഫുല്ലയെ പോലുള്ള വിദ്യാർത്ഥിനികളുണ്ട്. അവരുടെ ആശങ്ക ഏറ്റുകയാണ് നിങ്ങളുടെ ആവശ്യം. അല്ല, ഞങ്ങൾ ആ വിദ്യാർത്ഥികളുടെ ആശങ്ക ഏറ്റുകയല്ല ചെയ്യുന്നത്. നേരത്തെ ആ വിദ്യാർത്ഥി തന്നെ പറഞ്ഞു, ഞങ്ങൾക്ക് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ മുകളിൽ വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഞങ്ങളിത് നേരത്തെ എത്രയോ മുന്നേ തന്നെ SFI സമര മുദ്രാവാക്യങ്ങളായി മുന്നോട്ട് വന്നതാണ്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി UGC പോലുള്ള സ്ഥാപനങ്ങളെ ഇവരുടെ കാവ്യവൽക്കരണത്തിന് വേണ്ടി, ഇവരുടെ കച്ചവട താല്പര്യത്തിന് വേണ്ടി എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അധികാരത്തിൽ എത്തിയ നാൾ മുതൽ ഇവർക്ക് വേണ്ടിയിട്ടുള്ള പാദസേവകരെ ഇവർ അതിൻ്റെ ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തിച്ചുകൊണ്ട് അതിനെ ഇല്ലാതാക്കി കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഉദാഹരണങ്ങൾ ഓരോന്ന് പുറത്തു വരികയാണ്. ഇദ്ദേഹം പറയുന്നത് കേട്ടാൽ തോന്നും, ഇദ്ദേഹത്തിൻ്റെ ഉദാഹരണങ്ങളൊക്കെ കേട്ടാൽ തോന്നും ഈ പറഞ്ഞതൊക്കെ നടത്തിയത് ഈ നാട്ടിലെ കോൺഗ്രസും SFI ഒക്കെ ആണ് എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിന്റെ എന്ത് വിധിയാണ് ലിജീഷ് പ്രതീക്ഷിക്കുന്നത് ഈ സിസ്റ്റത്തിന്റെ വിശ്വാസ്യത നേടിയെടുക്കാൻ? അരുൺ സാർ, 1563 പേർക്കൊരു റീനീറ്റ് ഇവിടെ നടന്നു. നാം ആ വിഷയം ചർച്ച ചെയ്തിട്ടില്ല. ഗ്രേസ് മാർക്ക് കൊടുത്ത 1563 പേരിൽ 6 പേർ 720 മാർക്കുള്ളവരായിരുന്നു. ആ റീനീറ്റിൻ്റെ റിസൾട്ട് വന്നപ്പോൾ 6 പേർക്കും 720 മാർക്കില്ല. അത് അവരെല്ലാവരും അനർഹമായി കയറിപ്പറ്റിയത് കൊണ്ടാണെന്ന് മാത്രം ഞാൻ പറയില്ല. ഒരു എക്സാമിനേഷൻ്റെ പെർഫോമൻസ് ഒരു കുട്ടിക്ക് അടുത്ത പരീക്ഷയ്ക്ക് എൻഷുർ ചെയ്യാൻ കഴിയാത്ത സാഹചര്യം തീർച്ചയായും സംഭവിക്കാം. പക്ഷേ നാം ഏത് വിശ്വസിക്കണം എന്നൊരു പ്രയാസം നമ്മളുടെ മുമ്പിൽ നിലനിൽക്കുന്നുണ്ട്. കുറെ കൂടെ വിശ്വാസ്യത ഉറപ്പുവരുത്താനുള്ള തീരുമാനം സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. അതാണ് നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. താങ്ക് യു ലിജീഷ്. റഷീദ്, അസ്ല പർവീൺ, പ്രിന്റു മഹാദേവ് ഒപ്പം സഞ്ജീവ് PS ചർച്ചയിൽ പങ്കെടുത്തതിന്. സുപ്രീം കോടതി 8-ാം തീയതി കേസ് പരിഗണിക്കും. 23 ലക്ഷം വിദ്യാർത്ഥികൾ മാത്രമല്ല, ഭാവിയിൽ നീറ്റ് പരീക്ഷ എഴുതാൻ കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളും പുതിയ തലമുറകളും വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ആ വിധിയെ കാത്തിരിക്കുന്നത്. റീനീറ്റോ പഴയ നീറ്റോ? ചോദ്യത്തിന് ഉത്തരം തിങ്കളാഴ്ചയോടുകൂടി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം.